വാഹനങ്ങൾ പൊതുവേ അതിർത്തി കടന്ന് വരിക എന്നുള്ളത് വളരെ അല്ലെ സുഭിക്ഷമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇത് കൈമാറി വരുമ്പോൾ ഇത് എവിടെയായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇവർ അറിഞ്ഞോളുന്നില്ല. ശരിക്കും എന്താ ഇതിനൊരു യാഥാർത്ഥ്യം? ഞാനൊരു BMW വാങ്ങിച്ചു, ബോംബെ പോയി വാങ്ങിച്ചു. അത് ഒരു ബോളിവുഡ് നടൻ്റെ വീട്ടിൽ പോയി വാങ്ങിച്ചതാണ്. ആ വണ്ടി വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ ലൈസൻസ് അല്ല എൻ്റെ RC ബുക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ് തന്ന RC ബുക്ക്, ഇതിൽ ഇയാളുടെ പേരുണ്ട് ഫസ്റ്റ് ഓണറായിട്ട്. ഇതിക്കുള്ളൂ ഞാനെന്തോ നോക്കുന്നത്. ഒരു പക്ഷേ ഇനി കണക്കെടുത്ത് വരുമ്പം ഭൂട്ടാനിൽ നിന്ന് വന്നാണോ എന്ന് ഞാനെങ്ങനെ അറിയുന്നത്? ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇത് ഭൂട്ടാനിൽ നിന്ന് വന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാകണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതൊക്കെ തന്നെയാണ് ഇപ്പം ദുൽഖറിൻ്റെ കാര്യത്തിൽ എല്ലാം സംഭവിച്ചത്. അത് 100% അങ്ങനെ. അല്ലാതെ ഇതും അറിഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ഈ ഒരു ലെവലിലുള്ള ആൾക്കാരൊന്നും വാങ്ങിക്കില്ല. ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ ഇപ്പോൾ എന്നെ വിമർശിക്കുന്ന പലരുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ വിമർശനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവരിത് വായിക്കാത്തതുകൊണ്ടാണ്. ഇതിനേക്കാളും വലിയ വിമർശനങ്ങളൊക്കെ നമ്മളന്ന് മാഗസിനിൽ വരുമായിരുന്നു. അന്നും എനിക്ക് ഇപ്പം വരുന്ന പോലെയുള്ള വധഭീഷണി അടക്കമൊക്കെ അന്ന് മാഗസിനിലേ വന്നിരും. അത്രയ്ക്ക് തോന്നിയാസാണ് നമ്മുടെ ഇവിടുത്തെ ബസ്സുകാരൊക്കെ ചെയ്യുന്നത്. പല കൊലപാതകികളും തന്നെ വിളിക്കാവുന്ന രീതിയിലാണ് ഒരു വിഭാഗം അതിൻ്റെ അകത്ത്. അത്രയ്ക്ക് അവൻ മരിച്ചോട്ടെ എനിക്ക് നേരത്തെ എത്തണം എന്നുള്ള രീതി. ആക്സിഡന്റ് നമുക്ക് ഒരു തരത്തിലുള്ള ഇതുമില്ല, ജയിൽവാസവും ഒന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ കൊല്ലാൻ മടിയില്ലാത്തവനാണെങ്കിൽ എങ്ങനെ ചവിട്ടി പിടിച്ച് വണ്ടി ഓടിക്കാം നമ്മുടെ നാട്ടിൽ, ഒരു പ്രശ്നമില്ല. BJP എന്ന് പറഞ്ഞാൽ ഇതുവരെ എൻ്റെ കാര്യത്തിൽ വെച്ചാൽ ഞാൻ BJP-കാരനാണ് എല്ലാവരും വിചാരം. കാരണം ബൈജു നായർ, നീ ഹിന്ദുവാണ് BJP ആണെന്ന് പേര് വെച്ചിട്ടുണ്ടാ നീ സംഖ്യയല്ല മറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സംഘത്വം ഇല്ല. എന്തായാലും കുറേ പേരോട് ചോദ്യങ്ങൾ ചോദിച്ചുള്ള ആളാണ്. ഒരിക്കൽ അവിടെ ചോദ്യകർത്ത അവിടെ ഇരിക്കുന്ന സമയത്താണ് മുമ്പിൽ രണ്ടുപേരിയ്ക്കുകയാണ്. ഒന്ന് നമ്മൾ അങ്ങേയറ്റം വണ്ടിപ്രാന്തരെ വിശേഷിപ്പിക്കുന്ന മമ്മൂക്കയും, ഇപ്പുറത്ത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് ബാബു. രണ്ടുപേരുടെ എന്ത് ചോദ്യങ്ങൾ ചോദിക്കും? അടുത്ത വണ്ടി അത് തന്നെയാണ്. അല്ലാതെ തന്നെ മമ്മൂക്ക അത് തന്നെയാണ്. മമ്മൂക്കയുടെ മനസ്സിൽ വണ്ടി കാണും അടുത്തത്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് മമ്മൂക്കയോട് ചോദിക്കേണ്ട ചോദ്യം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മലയാളിയുടെ വാഹനപ്രേമത്തെക്കുറിച്ചും വണ്ടിപ്രാന്തനെ കുറിച്ചൊക്കെ നമ്മൾ വാത്തോരാതെ സംസാരിക്കാറുണ്ട്. കേൾക്കേണ്ടത് വാഹനത്തെക്കുറിച്ചാണോ എങ്കിൽ മനസ്സിൽ ആദ്യം വരുന്ന രൂപമുണ്ട്, നാമമുണ്ട്, ബൈജു എൻ നായർ. സോ ബൈജേട്ടാ നമസ്കാരം. നമസ്കാരം. യെസ്. പണ്ടൊക്കെ ഒരു വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരിക്കും, പ്ലസ് അവൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്ലസ് കൂടെ വന്നിട്ടുണ്ട്. ബൈജു എൻ നായർ എന്ത് പറയണോ വാഹനത്തെക്കുറിച്ച് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈസിക്കൽ ടു ഏതെടുക്കണം എന്നുള്ള രീതിയിലേക്ക് മാറി. ആ മാറ്റം എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? അല്ല, ഈ പണ്ട് ബൈജു നായർക്ക് വരും അവരിത് വണ്ടി എടുത്ത ഒരാളോട് ചോദിക്കുമായിരുന്നു. പൊതുവെ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം ബൈജു നായർ നല്ല ഉദ്ദേശിക്കുന്നത് പൊതുവെ ഓട്ടോമൊബൈൽ ചെയ്യുന്നവരുടെ കാര്യത്തിൽ. അപ്പം നേരത്തെ നമ്മൾ മാഗസിൻസ് ഉണ്ടായിരുന്നു, മാഗസിൻ നോക്കും. പിന്നെ TV-യിലൊക്കെ ചാനലിൽ ഓട്ടോ ഷോ ഉണ്ടായിരുന്നു, അത് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും, ഒരാൾ എടുക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ട് അയാളോട് സംസാരിക്കും. ഈ ആളുടെ റോളാണ് ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക്. കാരണം നമ്മളും ഇത് ഉപയോഗിച്ചു ഓടിച്ചു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പം വണ്ടിയെപ്പറ്റി മനസ്സിലായ ഒരാൾ എന്നുള്ള മട്ടിലാണ് നമ്മുടെ ഇതിപ്പോൾ ചോദിക്കുന്നത്. അതാണ് എനിക്ക് അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ ഒരു കാലത്ത്. എങ്കിൽ പോലും നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഈ ഓട്ടോമൊബൈൽ എഴുതുകയും ചാനലിൽ വരികയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വിശ്വാസം ഉണ്ടെന്നൊരു തോന്നൽ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ ആണി അടിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നത്. അവസാനത്തെ അവിടെയാണ് വരുന്നത്. അതായത് ഡിസിഷൻ മേക്കർ ആവാണ്, എവിടേക്കോ ആരുടെയൊക്കെ ലൈഫിലായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും അത് വലിയൊരു വില കൊടുത്താണ് അവർ നമ്മളെ വിളിക്കുന്നത്. കാരണം വെച്ചാൽ ലക്ഷങ്ങൾ, 10-20 ലക്ഷം രൂപ അല്ലെങ്കിൽ 50-60 ലക്ഷം രൂപ, 1 കോടി രൂപയൊക്കെ മുടക്കേണ്ട ഒരു സമയത്ത് നമ്മളെ വിളിച്ച് ചേട്ടാ ഓക്കെ അല്ലേ ഈ വണ്ടി എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അവർ നമ്മൾ അത്രയധികം വിശ്വസിക്കുന്നുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചാനലിൽ പലപ്പോഴും വളരെ നെഗറ്റീവ് ഒന്നും പറയാറില്ലെങ്കിലും ഇങ്ങനെ വിളിക്കുന്നവരോട് നമ്മൾ ഇങ്ങനെ പ്രശ്നം ഉണ്ട് കേട്ടോ എന്നൂടെ പറഞ്ഞു കൊടുക്കും. നമ്മളൊരിക്കലും ഒരു ചാനൽ അത്രയും ഭീകരമായി കൊല്ലരുത് എന്ന് തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് വാഹനങ്ങളെ പറ്റി. അതിൻ്റെ ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഓടിച്ച് നോക്ക്, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ശരിക്കും ഈ വീഡിയോ അല്ലാതെ ഈ പേഴ്സണലി നമ്മൾ അറിയുന്ന കോൺടാക്ട് ഉണ്ടാവും, അല്ലാതെ വിളിക്കുന്നവരുണ്ടായിരിക്കും. ഈ ഒരു കൺസൾട്ടൻസി നടക്കുന്നുണ്ടോ കൃത്യമായിട്ട്? അതിനൊരു ഫീ ഉണ്ടോ? അതാണ് ഞാൻ ഇന്നലെ ഒരു മെയിൽ വന്നു നമുക്ക് നമ്മുടെ ഇതിലേക്ക്. എനിക്കൊരു അരമണിക്കൂർ ഒരു വണ്ടിയെ പറ്റി സംസാരിക്കണം, എത്രയാ ഫീ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെയിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആക്കിയാലോ, ഒരു സാധ്യതയുണ്ട് അതിൽ. ദിവസം ചിലവാക്കാനുള്ള പൈസ എങ്കിലും കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് സന്തോഷമുള്ളൂ, നമ്മളെ ചാനൽ കാണുന്നവരോ അല്ലെങ്കിൽ നമ്മളെ പറ്റി അറിയാവുന്നവരൊക്കെ ആണല്ലോ ചോദിക്കുന്നത്. ഒരിക്കലും പൈസ വാങ്ങിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ വലിയ കോടീശ്വരനായി പോയത്. പക്ഷെ അതിനൊരു വലിയൊരു സാധ്യതയില്ല. കാരണം ഇതുപോലെ 10-20 ലക്ഷങ്ങൾ മുടക്കി ഒരു വണ്ടി എടുക്കുന്ന ഒരാൾ അതിന് മുമ്പ് ചിലപ്പോൾ നൽകേണ്ടി വരുന്ന ഒരു പ്രതിഫലം ഉണ്ടായിരിക്കാം. പക്ഷെ അത് കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ വീഡിയോയിൽ പറയുന്നതിന് എന്നേക്കാൾ ചിലപ്പോൾ ഒരു പരിമിതി ഉണ്ടായേക്കാം സംസാരിക്കുന്നതിന്. അപ്പോൾ അതിനപ്പുറത്തേക്ക് തുറന്നു സംവാദം അല്ലെങ്കിൽ ആളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ ഒരു കൺസൾട്ടൻസി അവിടെ ശരിക്കും അനിവാര്യമാണെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു സംഭവം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ
അതിനകത്തൊരു പരിമിതി എന്ന് വെച്ചാൽ നമുക്കൊരു 4-5 ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതുപോലെ ചോദ്യങ്ങൾ മെയിലായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പൈസ വാങ്ങിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ഇമേജിലേക്ക് പോവുക. നമ്മൾ പൈസ വാങ്ങിച്ച് വണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ് വളരെ മോശം ഒരു ഇതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പൈസ വേണ്ട. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ദിവസം എത്ര കോൾ എടുക്കാൻ പറ്റും? അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ ചിലർ ചോദിക്കും, എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടി വാങ്ങിക്കാൻ വേണ്ടി ചേട്ടനെ വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തില്ല, ഒരു മെസ്സേജ് അയക്കാൻ പറയണം, ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവേ ചെയ്യുന്നത്. പിന്നെ ഈ പല മേഖല ഇപ്പം ബിസിനസ്സുകാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവരെന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഉറപ്പായിട്ടും മലയാളത്തിലെ വളരെ ചുരുക്കം ആൾക്കാർ ഒഴിച്ച് എല്ലാവരും എന്നെ വിളിച്ചിട്ടാണ് വണ്ടി. ഇപ്പം ആരെങ്കിലും ലൊക്കേഷനൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമല്ലോ. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു നടനോ നടിയുണ്ട്, അവർ പറയുന്നത് ബൈച്ചേട്ടനെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് നമ്പർ വാങ്ങിച്ച് വിളിക്കുന്ന. അങ്ങനെ മലയാള സിനിമയിൽ മിക്കവാറും എല്ലാവരും നമ്മളെ വിളിച്ചു വണ്ടി എടുക്കാൻ. ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് ചോദിച്ചോട്ടെ, എവിടേക്കോ നമുക്കൊരു ഡോക്ടറിൻ്റെ റോൾ വരില്ലേ? ഇപ്പോൾ ഒരുപക്ഷെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, കൈപ്പുള്ള ഡോക്ടറാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ എഴുതി കൊടുക്കുന്ന മരുന്നിൻ്റെ ഫലം കൂടിയായിരിക്കാം. ഒരു വണ്ടി വരുന്ന ആൾക്ക് ബഡ്ജറ്റ് ഉണ്ടായിരിക്കും, പൈസയ്ക്ക് പരിമിതി ഇല്ലാത്ത ഒരാളായിരിക്കും, ആളുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും. എവിടേക്കോ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും ഏതെടുക്കണം എന്നുള്ളത്. ഇപ്പോൾ എവിടേക്കോ ആ ഒരു നിർണ്ണയം നടത്തുന്നതിൽ സഹായിക്കുന്നതിൽ തെറ്റുണ്ടോ? ശരി അല്ല, ഇത് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ നമ്മൾ പനിയായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്, ചുമയുണ്ടോ, ജലദോഷം ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടാണ് പനിയിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം എനിക്കൊരു വണ്ടി എടുക്കണം, ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഏതാ നല്ലതെന്ന് ചോദിക്കും. നമ്മൾ ആദ്യം തൊട്ട് ഇതേപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും. എത്ര രൂപയാണ് ബജറ്റ്, എങ്ങനെയാണ് നിങ്ങളുടെ ഓട്ടം, ദിവസം എത്ര കിലോമീറ്റർ ഓടും, പിന്നെ ഓട്ടോമാറ്റിക് വേണമെന്ന് നിർബന്ധമാണോ, ഇങ്ങനെ. പിന്നെ ഇതിനു മുമ്പ് ഏത് വണ്ടി ഉപയോഗിച്ചിരുന്നത്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ വിളിക്കുന്നവർക്ക് ഇടുക്കി എന്നാണ് നമുക്ക് പറയാം, ഒരു SUV ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഇതായിരിക്കും. പിന്നെ ദിവസം എനിക്കൊരു 50 കിലോമീറ്റർ ഓട്ടമുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡീസലിലേക്ക് പോകേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കിന് അല്ല പെട്രോളിന് ആവശ്യമുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അവസാനം രോഗനിർണ്ണയം നടത്തി മരുന്ന് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഡോക്ടർമാർക്കും പാളുന്ന പോലെ ചിലപ്പം പാളിയെന്നിരിക്കുക. അതിൻ്റെ പ്രശ്നം എന്താ അറിയോ? അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെ ഉണ്ട്, ഏറ്റവും മതി മാരുതി വിക്ടോറസ് അങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാനിത് ഓടിച്ചത് രാജസ്ഥാനിൽ നമ്മളെ മാരുതി കൊണ്ടുപോയി ഓടിപ്പിച്ച ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ എൻ്റെ കയ്യിലെ വണ്ടി ഉണ്ടായിരുന്നു. ഈ 2 മണിക്കൂറിൽ നമ്മളിത് മുഴുവൻ ഷൂട്ട് ചെയ്യണം, ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ കൂടെ കുറേയൊക്കെ ഓടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കൊടുത്തു തിരിച്ച് കയറി പോന്നു. ഇത് ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന സാധനം അറിയണമെങ്കിൽ ഇതൊന്നും പോരല്ലോ, നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പം ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വിക്ടോറസ് എടുത്തത്, പക്ഷേ ഇതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ എനിക്കതൊരിക്കലും ഈ ഒരു 2 മണിക്കൂറിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. അപ്പോൾ അതൊക്കെ ആൾക്കാരങ്ങ് ക്ഷമിക്കും, മനസ്സിലാക്കി. 98 മുതൽ എഴുത്തിൽ സജീവമായിട്ടുള്ള ഒരാളാണ്. ഇന്ത്യ വിശേഷം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന സ്വന്തം ചാനലിലെ മുഖത്തിലാണ്. ഈ മറ്റു ചാനലുകളിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള അപ്പുറത്തേക്ക് സ്വന്തം ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു ഗുണം എന്താണ്? അതായത് എവിടേക്ക് നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റും, നമ്മളുടേതായിട്ടുള്ള ഒരു പരിമിതികൾ ആരും നിർണ്ണയിക്കാൻ വരുന്നില്ല, നിശ്ചയിക്കാൻ വരുന്നില്ല എന്നൊക്കെ. അത് തന്നെയാണോ ഏറ്റവും വലിയ ഗുണം? എന്താ ഇപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ചാനലിൽ സാമൂഹിക വിമർശനവും രാഷ്ട്രീയ വിമർശനവും എല്ലാം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാഗസിൻ വായിച്ചിരുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ അത് തന്നെയാണ് അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയിരുന്നത്. അത് പൂർണ്ണമായും ഓട്ടോമൊബൈൽ മാഗസിൻ ആയിരുന്നെങ്കിലും നമ്മൾ അതിൻ്റെ എഡിറ്റോറിയൽ എപ്പോഴും നമ്മൾ സാമൂഹിക വിമർശനമൊക്കെ കൊണ്ടുവരുമായിരുന്നു. അതിനുശേഷം ഞാൻ മാഗസിൻ്റെ കൂടെ തന്നെയാണ് ഏഷ്യാനിലും ഇന്ത്യ വിഷനിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത്. ഈ രണ്ട് കൂട്ടരും മുഖ്യധാര മാധ്യമങ്ങളാണ്. നമുക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇവരുടെ ചാനലിൽ നമ്മുടേതായ വീക്ഷണങ്ങളൊന്നും കൊണ്ടുവരാൻ ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചവിട്ടി പിടിച്ചിങ്ങനെ ഓടുകയായിരുന്നു ആ ചാനലുകളുടെ കാര്യത്തിൽ. ഇപ്പം ഞാൻ എൻ്റെ മാഗസിൻ നിർത്തി, പ്രിൻറ്റ് മീഡിയ വളരെ മോശമായ സ്ഥിതിക്ക് മാഗസിൻ നിർത്തി. പിന്നെ ഈ ചാനലുകളിലും ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നില്ല, എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് പഴയ മാഗസിൻ്റെ അതേ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ ഇപ്പോൾ എന്നെ വിമർശിക്കുന്ന പലരുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ വിമർശനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവരിത് വായിക്കാത്തതുകൊണ്ടാണ്. ഇതിനേക്കാളും വലിയ വിമർശനങ്ങളൊക്കെ നമ്മളന്ന് മാഗസിനിൽ വരുമായിരുന്നു. അന്നും എനിക്ക് ഇപ്പം വരുന്ന പോലെയുള്ള വധഭീഷണി അടക്കമൊക്കെ അന്ന് മാഗസിനിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല, അതിൻ്റെ അങ്ങനെ ഒരു തരത്തിലും ഒരു ചായ്വും എനിക്കില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രതികരിക്കണമെങ്കിൽ എൻ്റെ മാധ്യമം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. അല്ല ഞാൻ എവിടെ അത് പ്രതികരിക്കുന്നത്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ എഴുത്താണ്, എഴുത്തിൻ്റെ ഒപ്പം നമ്മൾ ആരെഴുതുന്നു എന്നുള്ളത്, അതിനപ്പുറത്തേക്ക് ഈ ഒരു ഫേസ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കില്ല ഈ വായിക്കുന്ന ആൾക്ക്. ഇപ്പം അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കാലഘട്ടമാണ്, നവമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ മുഖം കാണുന്ന എവിടെയൊക്കെ ഇതിൻ്റെ പ്രതിഷേധം അറിയിക്കാൻ പറ്റും, നേരിട്ടുകൂടെ അല്ലെങ്കിൽ പോലും. അപ്പോൾ എഴുത്തിൽ നിന്ന് സ്വന്തമായിട്ട് മുഖം കാണിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറുമ്പോൾ ഈ ഭീഷണിയും പ്രതിഷേധങ്ങൾ കൂടില്ലേ ശരിക്കും? അല്ല, ഭീഷണി പ്രശ്നം തീർച്ചയായിട്ടും കൂടുന്നുണ്ട്. എന്ന് തന്നെയല്ല, നമ്മുടെ പഴയ പോലല്ല ഈ സഹിഷ്ണുത എന്ന് പറയുന്ന സാധനം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണ്ട് നമ്മുടെ ഇപ്പം ജവഹർലാൽ നെഹ്റുവിനെ സ്ഥിരമായിട്ട് കാർട്ടൂണിലൂടെ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് നെഹ്റു 2-3 ആഴ്ച കാണാഞ്ഞപ്പോഴത്തേക്കും
നേരെ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് എന്ത് പറ്റി, ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്നാണ് പറഞ്ഞത്. ആ സഹിഷ്ണുതയായിരുന്നു അന്ന് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് തീരെ ഇല്ല. നേതാക്കളുടെ കാര്യം എനിക്കറിയില്ല, നമ്മുടെ അടുത്ത് എപ്പോഴും അണികളാണല്ലോ പ്രതികരിക്കുന്നത്. അപ്പോൾ അണികളുടെ കാര്യത്തിൽ നമ്മളൊന്നും നെഗറ്റീവ് പറയാൻ പാടില്ല എൻ്റെ പാർട്ടിയെ പറ്റി എന്നങ്ങ് ശഠിക്കുന്ന രീതിയാണ്. നമുക്കാണ് അത് കേൾക്കുമ്പോൾ കൂടുതൽ രസമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിമർശിക്കാനുള്ള രസം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്തു, ഇത് എന്തൊരു ധൈര്യം, എനിക്കൊരു ധൈര്യമില്ല, ധൈര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു ജേർണലിസ്റ്റാണ്, ബേസിക്കലി ജേർണലിസ്റ്റാണ്. രാവിലെ 2 പത്രം വായിക്കുന്ന ആളാണ്, ചാനലിൽ വാർത്ത കാണുന്ന ആളാണ്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും ലോകത്ത് എന്ത് നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായൊരു പ്രതികരണം ആണ്. ഞാൻ ഉൾപ്പെടുന്ന ഹിന്ദു സമുദായത്തിലെ NSS എന്ന് പറയുന്ന എൻ്റെ സ്വന്തം നായന്മാരുടെ സംഘടനയാണ്. അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത് ഞാനായിരിക്കും. പിന്നെ ഞാനത് ചാനലിലും അതെ, പണ്ട് എഴുത്തിലും അതെ, അങ്ങനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു തീവ്രത, വിമർശനത്തിന് തീവ്രത കൂടുന്നു, തിരിച്ചുള്ള പ്രതികരണത്തിന് തീവ്രത കൂടുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുമ്പാണെങ്കിലും ഈ ആക്ഷേപഹാസ്യത്തിന് കുറച്ച് സ്വീകാര്യതയുണ്ട്, ഈ നർമ്മമാണ് ആളുകൾ എടുത്തിരുന്നത്. ഇന്നത് എടുക്കുന്നത് അങ്ങനെയല്ല, അത് ഭയങ്കരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നു എന്നുള്ള തലത്തിലോട്ട് അതിൻ്റെ അർത്ഥം വരെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ സ്വന്തമായിട്ടൊരു കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചായവോ ഇല്ലാത്ത ഒരാൾ ഈ പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ഒരു നിഷ്പക്ഷത പാലിക്കുമോ? അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ കോൺഗ്രസിനെ വിമർശിച്ചിട്ട് എനിക്കെതിരെ, ഞാനന്ന് ജോജു, നമ്മുടെ നടൻ ജോജുവിൻ്റെ വണ്ടി ഒരു ഹർത്താലിന് തടഞ്ഞപ്പോൾ ജോജു ഇറങ്ങി പ്രതികരിച്ചപ്പോൾ കോൺഗ്രസിനെതിരെ ആയിരുന്നു അത്. കോൺഗ്രസിനെതിരെ ആയിപ്പോയി, കോൺഗ്രസ്സുകാരായിരുന്നു ഹർത്താൽ നടത്തിയത്. ഞാനതിനെ ജോജുവിനെ അനുകൂലിച്ചൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇവനെ വെറുതെ വിടരുതെന്നും പറഞ്ഞു എല്ലാ കോൺഗ്രസ് ഓഫീസിലേക്കും പോയ ഒരു സർക്കുലർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഈയിടെ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ CPM നമ്മൾ മാർക്സിസ്റ്റുകാരെ അവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ അങ്ങനെയാവും. പിന്നെ BJP എന്ന് പറഞ്ഞാൽ ഇതുവരെ എൻ്റെ കാര്യത്തിൽ വെച്ചാൽ ഞാൻ BJP-കാരനാണ് എല്ലാവരും വിചാരം. കാരണം ബൈജു നായർ, നീ ഹിന്ദുവാണ്, BJP ആണെന്ന് പേര് വെച്ചിട്ടുണ്ടാ, നീ സംഘീയല്ല മറ്റെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ എനിക്കൊരു സംഘത്വം ഇല്ല എന്തായാലും. പക്ഷേ ഈ അധികാരത്തിലിരിക്കുന്നവർ വിമർശിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിമർശനം വരുന്നത് അവരുടെ കാര്യത്തിലാണ്. അധികാരത്തിരിക്കാത്തവർ അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അധികാരത്തിരിക്കുന്നവരെ വിമർശിക്കാൻ തോന്നും. ഞാൻ ജീവിക്കുന്ന കേരളത്തിലാണ്, ഇവിടെ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നുള്ളതുകൊണ്ടാണ് എൻ്റെ വിമർശനം കൂടുതൽ അങ്ങോട്ടാകുന്നത്. ഇവരിറങ്ങി കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ വിമർശിക്കും, BJP വന്നാലും വിമർശിക്കും. എനിക്ക് അങ്ങനെ യാതൊരു ഇതുമില്ല. അപ്പം കേന്ദ്രത്തിലെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ വിമർശിക്കുന്നതിൻ്റെ വെച്ചാൽ ആ ഒരു റെലവൻസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നതെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ വിമർശനാതീതനൊന്നുമല്ല, എൻ്റെ കാര്യത്തിൽ എന്നെ എന്ത് തരത്തിലും വിമർശിക്കാം, ഞാൻ അതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. പക്ഷെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഷയം വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു രസം വരുന്നത്. രസം വരും. അങ്ങനെ ഒരു നമ്മളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്തല്ല ജീവിക്കുന്നത്. ഇപ്പോൾ BJP അവിടെ ഭരിക്കുന്നു, BJP അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്, ഇല്ലേ? അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. തീർച്ചയായിട്ടും ഞാൻ മറ്റേ സ്റ്റേജിൽ മരിച്ചു വീഴുന്നവരെ പോരാടും, അങ്കത്തട്ടിലുണ്ടാവും എന്നുള്ളതാണ്. ശരിക്കും ഇപ്പം ഈ വന്നത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാവുന്നത് കിട്ടുന്ന ഭീഷണിയാണെന്ന് പറയുന്നത്, അതൊരു ഫ്യൂവലാക്കി മാറ്റുക എന്ന് പറയുന്നുണ്ട്. അപ്പം പക്ഷെ അത് എവിടെയെങ്കിലും രീതിയിലേക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ വാക്കുകൾ? ഇല്ല, കാരണം വെച്ചാൽ നമ്മളീ പറയുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് ബോധ്യമുണ്ട്. പിന്നെ ഈ അണികളെന്ന് പറയുന്നവർ ഇവരെല്ലാവരും വെറുതെ ഇങ്ങനെ എന്താ പറയുക ഒച്ച വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാമ്പൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അവരെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. നമ്മളിപ്പം ഒന്നും വേണ്ട, നിങ്ങൾ മോഹൻലാലിനെ പറ്റി ഒരു നെഗറ്റീവ് ഒരു സാധനം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നോക്കിയാൽ ഇല്ലേ, ഈ രാഷ്ട്രീയ പാർട്ടികൾ അതേ എഫക്റ്റ് ആയിരിക്കും മോഹൻലാലിൻ്റെ ഫാൻസിനാണ്. അവർ അത്രയധികം വിശ്വസിക്കാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ വിമർശനം അതീതരല്ല എന്നുള്ള കാര്യം മാത്രം അവരൊന്ന് ചിന്തിച്ചാൽ മതി. ആരായാലും അത് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ പറയും നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത്. ബൈജുവിൻ്റെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കോണ്ടന്റിനെ കുറിച്ചും അപ്ഡേറ്റഡ് ആണ്. അതിനപ്പുറത്തേക്ക് സമകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ അതിന് കൂട്ടിച്ചേർത്ത് പോകുന്നുണ്ട്. ഇപ്പം ഇത് ഈ ആശയം എവിടെ എഴുത്തുകാലം മുതലേ ഉള്ള അതിലോട്ട് തിരിഞ്ഞ് തന്നെയാണോ ശരിക്കും നമുക്ക് ചുറ്റും ഇത് നടക്കുന്നു, അത് നമ്മൾ സംസാരിക്കുന്ന മാധ്യമം എന്താണോ അതിലൂടെ ചേർത്ത് വിടുക എന്നുള്ളത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം മാതൃഭൂമി പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് 10 വർഷം ജോലി ചെയ്തു. പിന്നെ ഏഷ്യാനിലും ഇന്ത്യ വിഷനിലും ഒക്കെ ജോലി ചെയ്യല്ല, ഞാൻ അതിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എനിക്കില്ലാത്തൊരു സ്വാതന്ത്ര്യമാണിത്, ഇത് നമുക്ക് എന്ത് വിമർശിക്കാമെന്നുള്ള സാധനം. അപ്പം ഞാനിപ്പം തുടക്കത്തിൽ മാതൃഭൂമിയിൽ എഴുതി തുടങ്ങിയ കോളം എഴുതി തുടങ്ങിയ കാലത്ത് ഓട്ടോമൊബൈൽ കോളം എഴുതുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായ കാര്യം ഇത് ഭയങ്കര ഡ്രൈ സബ്ജക്റ്റാണ്. കാരണം ഇത് യാതൊരു തരത്തിലുള്ള രസകരമായ സംഭവങ്ങളില്ല. ഒരു വാഹനത്തെ സംബന്ധിച്ച് ഓടിക്കുന്ന ആൾക്ക് രസം തോന്നുന്നില്ല, അത് പറഞ്ഞു കൊടുക്കുന്നതിൽ രസമില്ല, അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് പോയാൽ ഒട്ടും രസമില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെ വായിപ്പിച്ചെടുക്കാം എന്ന് ഞാൻ ചിന്തിച്ചത്, ആ ചിന്തയിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മാതൃഭൂമി പത്രത്തിലായതുകൊണ്ട് രാഷ്ട്രീയ വിമർശനം പറ്റില്ല. അതുകൊണ്ട് ഞാൻ സിനിമാക്കാരെ അങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ വാഹനത്തോട് ഉപമിക്കുക, വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനെ സ്ത്രീകളുടെ മിഴികളോട് ഉപമിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇതിലേക്ക് എത്തിയിരുന്നത്. പിന്നെ നമ്മുടെ വായനയിൽ നിന്ന് കിട്ടുന്നൊരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ ഫോക്സ് വാഗനെ പറ്റി പറഞ്ഞു നോക്കാം. ആദ്യം പറയാവുന്നത് ഫോക്സ് വാഗൺ ബീറ്റിലിനെ പറ്റി നിത്യചൈതന്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ബീറ്റിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വണ്ടി, എന്തൊരു കുഞ്ഞു വാഹനം, എന്നെ വിളിക്കാൻ വേണ്ടി ജർമ്മനി ചെല്ലുമ്പോൾ എയർപോർട്ട് ഇതുകൊണ്ടാണ് വരുന്നെങ്കിൽ ഞാൻ കയറില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഒരു ഇമേജ് ആയിരുന്നു നിത്യചൈതന്യതയ്ക്ക് ഫോക്സ് വാഗനെ പറ്റി ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് എഴുതി തുടങ്ങുമ്പോൾ
എല്ലാവരും വായിക്കും. അതിന് പകരം നമ്മളൊരു വണ്ടിയെ പറ്റി മാത്രം പറഞ്ഞു തുടങ്ങാതെ ഈ സാധനമാണ് നമ്മൾ അന്ന് പരീക്ഷിച്ചിരുന്നത്. അതിപ്പോഴും ഞാൻ പരീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുമ്പോൾ ഒരു സമകാലിക സംഭവമായിട്ട് ചേർത്ത് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വിമർശനം ഉണ്ടാകും. ആ വിമർശനം ഉണ്ടതില്ല, സാമൂഹിക വിമർശനം ഉണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ആൾക്കാരുടെ മനസ്സിലൊരു സാധനം വരികയും ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് പെട്ടികളൊക്കെ വെക്കാൻ പറ്റും, പെട്ടികൾ വെക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ വരും. അതിനകത്ത് വലിയ വിമർശനമല്ല, അതൊരു ആക്ഷേപഹാസ്യ വിമർശനം എന്ന് പോലും പറയാനില്ല. നമ്മൾ സമൂഹത്തിൽ കാണുന്നതിനെ പറ്റി നമ്മുടെ മനസ്സിലാവും. ഇപ്പം അങ്ങനെയാണ് വീക്കെൻഡൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ BJPക്കൊക്കെ എതിരെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറയും, ആക്ഷേപഹാസ്യം എന്നുള്ളത് അതിന്റെ നർമ്മത്തിനേക്കാൾ അപ്പുറത്ത് വ്യക്തിഗതയായിട്ട് ഇത് മാറ്റി തുടങ്ങി എന്നുള്ള സംഭവം. ഈ പണ്ട് നമുക്ക് മാഗസീനിൽ വരുന്ന സമയത്ത് ഫാസ്റ്റ് ട്രാക്ക് ഉൾപ്പെടെ പുതിയ വണ്ടികൾ ഏതൊക്കെ, അല്ലെങ്കിൽ വണ്ടീനെ ഇതിന് എങ്ങനെ അത് കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് കാര്യങ്ങൾ ചിലപ്പോൾ നോക്കുന്നതായിരിക്കും, ചിലപ്പോൾ എഴുത്തിൻ്റെ ഒപ്പം വളരെ ചുരുക്കമായിരിക്കും അത് വായിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ഇന്ന് ഇരുന്ന് കണ്ട് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് പറയുന്നതിനെ കുറിച്ചിട്ടൊരു മാറ്റം സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. ആ മാറ്റത്തെ എങ്ങനെ വായിച്ചിട്ട് നോക്കിയാണ് നമ്മളിപ്പോൾ മാഗസീനിൽ എഴുതിയെന്ന് വെച്ചാൽ മാഗസീനിൽ ആകപ്പാടെ അന്ന് ഞാൻ മാഗസിൻ നടത്തുന്ന സമയത്ത് ഞാൻ ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ ലാംഗ്വേജ് ഓട്ടോമൊബൈൽ മാഗസിൻ ആയിരുന്നു എൻ്റെ. അപ്പോൾ നമുക്ക് എതിരാളികളില്ല. അതിനുശേഷം പിന്നെ മനോരമയുടെ ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന മാസികയും കൂടെ വന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും മലയാളികൾക്ക് വായിക്കാനൊന്നും ഓട്ടോമൊബൈലെ പറ്റി വായിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കിത് നമ്മൾ ഒരു വലിയ നീണ്ട ലേഖനം എഴുതുന്നതിന് പകരം കൂടുതൽ ഫോട്ടോസ് കൊടുത്ത് അതിനെപ്പറ്റി ചെറിയ രീതിയിൽ വിവരിക്കുന്നതായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഒരു വണ്ടിയെപ്പറ്റി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടാറ്റ സീറ എന്ന് പറയുന്ന വണ്ടിയുടെ ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ സ്ഥലത്തില്ലായിരുന്നു, എൻ്റെ മീഡിയ ട്രെയിൻ. അതുകൊണ്ട് ഞാൻ ഏറ്റവും ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെ മുഴുവൻ അവൻ്റെ ചേട്ടൻ്റെ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്നാണ്. ആ സമയത്ത് ഞാൻ വളരെ ബ്രീഫായിട്ടൊരു കാര്യം പറഞ്ഞു വിട്ടാൽ പോരാ. ആൾക്കാർ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ A to Z പറഞ്ഞേ പറ്റൂ. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അല്ലെങ്കിൽ ആൾക്കാർ ചാനൽ മാറ്റും. ഇതിൻ്റെ അത് ഞാനെന്നൊന്നുമില്ല, വൈജുന്നായിരുന്നൊന്നുമില്ല, അടുത്ത ഇയാൾ കൃത്യമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വിശദമായിട്ട് തോന്നിയില്ല, അടുത്ത ചാനലിൽ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെ വിശദമായിട്ട് പറയുന്നത്. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല ഇപ്പം, അതുകൊണ്ട് കാരണം ഞാനിത് തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ അതിനകത്ത് മാക്സിമം എൻ്റെ ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവമാണ്. അതേ ഉള്ളൂ. പറയുന്നത് വണ്ടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത്രയും ആധികാരികമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചാനലിൻ്റെ പേര് സ്വന്തം പേര് തന്നെ ബൈജു എൻ നായർ. തുടക്കാലത്ത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേര് ചാനലിന് കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഞാനത് ചിന്തിക്കുന്നത് ഇപ്പോഴാണ്, അന്ന് ഇപ്പം ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ വിൽക്കാൻ പറ്റില്ല. ബൈജു എന്നായിരുന്നു പറഞ്ഞിട്ട് ഞാൻ ആരെ വാങ്ങിക്കാൻ പോയി. ഒന്നത് വാങ്ങുന്നതും പിന്നെ വേറെ ആൾ വെച്ച് കഴിഞ്ഞാലും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ഇൻട്രോ പറയാൻ പറ്റില്ല. ഞാൻ ശശി ബൈജു എന്നാർ ചാനലിലേക്ക് സ്വാഗതം എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നല്ല ഇത്രയും ആൾക്കാർ ഒരു ബാക്കപ്പ് ഉള്ള ചാനലിൽ നല്ല വിലക്കൊക്കെ വിൽക്കാൻ പറ്റും. പക്ഷേ തുടക്കത്തിൽ ഞാൻ ഈ പേര് തന്നെ ഇടാൻ കാര്യം വെച്ചാൽ ഞാൻ മാതൃഭൂമിയിൽ എഴുതിയിരുന്ന കാലത്തും പിന്നെ ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷൻ കാലത്തും ഒക്കെ ഈ തുടക്കം ഇതായിരുന്നു ഞാൻ ബൈജു നായർ എന്ന് പറഞ്ഞിട്ടാണ്. മാതൃഭൂമിയിലാണെങ്കിലും നമ്മുടെ ബൈലൈനും ഉണ്ട്. അപ്പോൾ എൻ്റെ പേര് അതുപോലെ വണ്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത് ആൾക്കാരുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മളിനി വേറൊരു പേരിട്ടിട്ട് അതിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ മാഗസിൻ ആണെങ്കിലും മാഗസിൻ്റെ പേര് വേറെ ആണെങ്കിലും ഫസ്റ്റ് പേജ് തുറക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടമാണല്ലോ എഡിറ്റോറിയൽ. അപ്പോൾ പിന്നെ എൻ്റെ മുഖം പരിചിതമാണ്. അത് ബ്രാൻഡായി മാറി. അതൊരു ഗുണമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഫ്രീ ആവാൻ പറ്റില്ല അല്ലേ? അതെ, എനിക്കിപ്പോൾ അതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഒരേ സമയത്തൊക്കെ ചിലപ്പോൾ ഇന്ത്യയിൽ 3-4 മീഡിയ ഡ്രൈവ് ഒക്കെ നടക്കും പല വണ്ടികളുടെയൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് വേറെ ഒരാളെ വിടാൻ പറ്റില്ല. ഇപ്പോൾ വേറെ പേരാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ബൈക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഒരാളെ വിടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ തന്നെ ആണ് ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം, ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരാളെ പുതിയൊരാളെ വിട്ട് ചെയ്യിക്കുന്നതിൽ വലിയ അർത്ഥവുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്രമണമൊന്നും കാണിക്കാതെ പറ്റുന്നതൊക്കെ ചെയ്തു പോകുന്നു. ഉണ്ട് ഈ പലപ്പോഴും തുടക്കകാലത്ത് കഴിഞ്ഞു അതിൻ്റെ തിരക്കുകളിലേക്ക് മാറുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു അടുത്തൊരു ചാനൽ സബ് ചാനലിലോട്ട് മാറും, ഇല്ലെങ്കിൽ ഇതേപോലെ കോ ആങ്കേഴ്സ് എന്നുള്ള രീതിയിലേക്ക് അവരെ മാറ്റി ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും ഈ ഒരു പേരിൻ്റെ ഘടകമുള്ളതുകൊണ്ട് മാത്രമാണോ റീപ്ലേസ് ചെയ്യാത്ത, അല്ലെങ്കിൽ മറ്റൊരാളിലോട്ട് മാറി ഫ്രീ ആവാൻ പറ്റാത്തത് അതുകൊണ്ടാണോ? അല്ല, അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഫാക്ടർ തന്നെ എൻ്റെ മെയിൻ ഈ ഒരു ക്രെഡിബിലിറ്റി. ഞാനിപ്പോൾ ഒരാളെ ഇപ്പോൾ ബൈക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നാൽ അയാളൊരു ക്രെഡിബിളായിട്ട് മാറണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഈ വർഷം എടുക്കുന്നതിനിടയ്ക്ക് അയാൾക്ക് സ്വന്തമായിട്ടൊരു പേരാവും. അപ്പോൾ പുള്ളി സ്വന്തം ചാനലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നാച്ചുറലി. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സാധാ ജേർണലിസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ മാതൃഭൂമി 10 വർഷം കോള എഴുതുന്ന സമയത്തും അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് വേറെ ജോലികൾക്കിടയിലാണ് ഞാൻ ഈ കോള എഴുതിയിരുന്നത്. അല്ലാതെ നമ്മൾ ചരമം വരെ എഴുതും, ചരമം എഴുതിയിട്ട് നേരെ വന്ന് വണ്ടി എഴുതുന്ന ജോലിയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഗൃഹലക്ഷ്മിയിൽ സബ് എഡിറ്ററായിരുന്നു, പിന്നെ ബിസിനസ് റിപ്പോർട്ടറായിരുന്നു മാതൃഭൂമിയുടെ. അപ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങളും പറയണമെന്നുണ്ട് യൂട്യൂബ് ചാനൽ. അതിനുവേണ്ടിയാണ് ഞാൻ സംസാരം നമ്മുടെ ഈ ലൈനിലൊരു സാധനം തുടങ്ങിയത്. അത് നല്ല രീതിയിൽ വന്നു. ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് ഈ എല്ലാ തിരക്കൂടെ വന്നിട്ട് എനിക്ക് അതിന് ഇരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ കുറച്ച് വ്യത്യസ്ത ആൾക്കാരെ അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്ന് നിർത്തി.
പക്ഷെ വീണ്ടും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം അതാണ് എനിക്ക് വണ്ടിയെ പറ്റി മാത്രം സംസാരിക്കാനല്ല ഇഷ്ടം, മറ്റുള്ളവരുടെ കഥ കേൾക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചാനൽ എന്തായാലും ഞാൻ എനിക്ക് കഥ പറയാനും കഥ കേൾക്കാനും ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയണമെങ്കിൽ അറിവ് വേണം. ഈ അറിവിൻ്റെ ഒപ്പം നമ്മളുടെ സംസാര ശൈലി കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബൈജുവിൻ്റെ വീഡിയോയുടെ കമൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വ്യക്തമായിട്ട് ഉത്തരം നൽകി ആ സംസാര ശൈലി പിടിച്ചിരുത്തി എന്നുള്ളത്. അപ്പോൾ ശരിക്കും അറിവിനേക്കാൾ കൂടുതൽ സംസാര ശൈലിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിവില്ലാതെ സംസാരിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊരു ബോധപൂർവമായി സൃഷ്ടിച്ചെടുത്തതാണോ അല്ലെങ്കിൽ ശരിക്കും അതായി വന്നത് എങ്ങനെയായിരുന്നു ശരിക്കും ഇതിൻ്റെ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് ജാക്ക് ഓഫ് ഓൾ ആർട്സ് എന്നാണ്. നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചെന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത ദിവസം എനിക്ക് എടുത്തു തരുന്നത് ബ്രിട്ടൻ ആറ്റം ബോംബ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എഴുതാനായിരിക്കാം. അതിന് ശേഷം വരാൻ പോകുന്നത് വേറെ ഒരു ഹൈസ്കൂളിൽ നടന്നത് പറ്റിയായിരിക്കും. അപ്പം നമ്മളിതെല്ലാം എല്ലാ കാര്യങ്ങളെയും പറ്റി നമ്മളൊന്ന് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു വായനാശീലവും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വാക്കുകൾ എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം വെച്ചാൽ നമ്മളിതിങ്ങനെ ഒഴുക്കി പറഞ്ഞു പോകുന്നതാണ്. ഈ ഒഴുക്കി പറഞ്ഞു പോകാൻ എന്നെ സഹായിക്കുന്നത് ഞാൻ ഈ വണ്ടി എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ടാണ്. നമ്മൾ വണ്ടി എഴുത്തിലുള്ള ഒരു ഭാഷ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ഓരോ കാര്യത്തെ പറ്റി പറയുമ്പോൾ തട്ടും തടവില പറയാൻ പറ്റും. അതില്ലാത്തവർക്കാണ്, എഴുത്തില്ലാത്തവർക്കാണ് ഈ പറച്ചിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഭയങ്കര കടന്നു വരും. കാരണം വണ്ടി റിലേറ്റഡ് എല്ലാ വാക്കും ഇംഗ്ലീഷാണ്. ഒരു സിംഗിൾ സാധനം പോലും മലയാളത്തിൽ പറയാനുള്ളതില്ല. അത് ശരിക്കും ഇത് മാറ്റി നമ്മൾ മലയാളത്തിലാക്കി ആക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഭാഷാ പ്രയോഗത്തിനൊരു ഇത് വരും, ഇത് കുറച്ച് ഓവറായി, ഇത് കുറച്ച് മഴിച്ചെന്നോ, ഇതിൻ്റെ ആവശ്യകതയുണ്ട്, അങ്ങനെ ചിന്ത വരും. തീർച്ചയായിട്ടും ആദ്യകാലത്ത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ എഴുതി വരുമ്പോഴത്തേക്കോ ഇതിനൊരു മലയാളം ഉണ്ടെന്ന് എന്ത് രസാരം തോന്നും, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതാണ് ഞാൻ ഈ എയറോഡൈനാമികത എന്നൊരു വാക്കൊക്കെ ഞാൻ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. എയറോഡൈനാമിക്കായ വണ്ടി, എയറോഡൈനാമികതയുള്ള വണ്ടി എന്നൊക്കെ നമ്മൾ പറയും. ആ രീതിയിൽ ഞാൻ കുറേ വാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ മുഴച്ചു നിൽക്കാതെ പറയണമെങ്കിൽ നമുക്ക് പറ്റുന്നത് ഈ ഒരു എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട്. അതും വണ്ടി തന്നെ എഴുതിയുള്ളൊരു ശീലം, അതാണ് നമുക്ക് ആ ഒഴുക്ക് കിട്ടുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോഴും ഈ ഒരു മേഖലയിലാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും വായിക്കുകയും പുസ്തകങ്ങളായാലും മാഗസിൻസും എല്ലാം നോക്കും, എല്ലാം ചെയ്യുന്നുള്ള വായിക്കുന്നതാണ്. പുസ്തകങ്ങൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ ബന്ധപ്പെടുത്താൻ വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആ ഭാഷ അങ്ങനെ വരുന്നത്. അത് ഇത്രയും വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് സമാഹരിക്കാൻ പറ്റും, ഇതൊക്കെ കളക്ട് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതല്ലാതെ മറ്റു ഇതിപ്പോൾ റിവ്യൂസ് പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് വണ്ടികളെക്കുറിച്ച് സംസാരിക്കുന്നതോ അത് കാണാൻ ശ്രമിക്കാറുണ്ടോ? അതല്ല, തീർച്ചയായിട്ടും അത് വേണം. കാരണം അതിൻ്റെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ വിളിക്കുന്ന കൂടെയാണ് എല്ലാവരും വിളിക്കുന്നത് ഇത് ചെയ്യാൻ. വേറെ ഒരാളെ നോക്കി പറയാനൊന്നും നമ്മൾ തന്നെ വരും. പൊതുവേ അതിനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ മാഗസിൻസിലൊക്കെ വരുന്ന ഇപ്പം വളരെ പ്രൊവനൻ്റ് ആയിട്ടുള്ള നമുക്ക് വിശ്വാസമുള്ള ചില 1-2 മാഗസിനൊക്കെ ഇന്ത്യയിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതിനെപ്പറ്റി റിവ്യൂ വന്നിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇപ്പം നമ്മളറിയാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമ്മളിപ്പം ഈ ലോകത്തെല്ലായിടത്തും പോയി വണ്ടി ഓടിക്കുന്നില്ല. അപ്പോൾ ഇതേ എഞ്ചിൻ പണ്ട് മറ്റേ ജർമ്മനിയിൽ ഇന്ന വണ്ടിയിൽ ഉണ്ടായിരുന്ന എഞ്ചിനാണ് ഇപ്പോൾ ഇന്ത്യ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയെന്നൊക്കെയുള്ള ഒരുപക്ഷെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് മറ്റു പലരും എഴുതുന്ന സാധനത്തിൽ നിന്നൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആദ്യം ഓടിക്കുന്ന കൂട്ടത്തിൽ നമ്മളും ഉണ്ട്, ഇന്ത്യയിൽ വരുന്ന ഏതൊരു വണ്ടിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒരാളെ നോക്കി ചെയ്യാനുള്ള ഇതില്ല. പിന്നെ നമ്മൾ എവിടെ പോയാലും ഏത് മീഡിയ ഡ്രൈവിനൊക്കെ പോയാലും തലേ ദിവസം പ്രൊഡക്റ്റ് ബ്രീഫിംഗ് എന്ന് പറയുന്ന പരിപാടി കമ്പനികളുടെ വകയുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി അടക്കമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ സ്വന്തം സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത്ര വർഷത്തെ മനസ്സിലാവും. തുടക്കകാലത്ത് ഇങ്ങനെ വിളിച്ചിരുന്നത് വളരെ കുറച്ച് പേരാണെങ്കിൽ ഇപ്പം അത് ക്രമാതീതമായിട്ട് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഇത് പെട്ടെന്നൊരു നേരം വെളുത്തപ്പോൾ ഇതിലോട്ട് വന്നൊരാളല്ല, കുറേ വർഷത്തെ ഇതിൻ്റെ അധ്വാനമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും അറിയുന്നതാണെങ്കിലും ആധികാരികമായിട്ട് സംസാരിക്കണമെന്നൊക്കെ. നമുക്കിപ്പോൾ കാണുന്നൊരു പ്രവണത ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിലും ആളുടെ സോഷ്യൽ മീഡിയ റീച്ച് കണ്ടിട്ട് ഇവരെ കൂടെ ടെസ്റ്റ് ഡ്രൈവിന് റിവ്യൂവിന് വിളിക്കുന്നൊരിതുണ്ട്. ഇത് എത്രത്തോളം അപകടം സൃഷ്ടിക്കും? ഈ വണ്ടി കമ്പനികൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പം ഇവിടെ മഹീന്ദ്രയുടെ ഒരു റീജിയണൽ മാനേജർ ഉണ്ടായിരുന്നു, സുരേഷ് എന്ന് പറയുന്ന സുരേഷ് സാധാരണ പൊതുവേ നമ്മളൊക്കെ ചോദിച്ചാൽ കുറച്ചൊരു റീച്ചൊക്കെ ഉള്ള ആൾക്കാർ ചോദിച്ചാലേ വണ്ടി ഷൂട്ടിനും ഓടിക്കാനൊക്കെ കൊടുക്കുകയുള്ളൂ. സുരേഷ് പക്ഷേ എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും വെച്ചാൽ ഒരു സബ്സ്ക്രൈബർ മാത്രമുള്ള ചാനൽ വന്നാലും സുരേഷ് കൊടുക്കും വേണ്ടി. കാരണം സുരേഷ് പറയുന്ന ആ ഒരാൾ കാണുമല്ലോ. ഓക്കെ, അല്ലേ? അതാണ് ഇതിൻ്റെ കാര്യം. അതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഭയങ്കരമായിട്ട് തമാശ തോന്നും. ഈ എന്താ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കും. ഇവർക്ക് വണ്ടി എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇവർ അതിൻ്റെ മുന്നേ ഒന്ന് ഫോട്ടോ എടുക്കുക, അതിൻ്റെ മുന്നിൽ വീഡിയോ ചെയ്യുക. ഇതൊക്കെ നല്ല ഈ പറഞ്ഞ ഷോർട്സ് കട്ടൊക്കെ ഉള്ള പെൺപിള്ളേരൊക്കെ വന്നിട്ടാണ് ചെയ്യുന്നത്. വണ്ടിയെ പറ്റുന്ന ഒരു ധാരണയില്ല. അപ്പോൾ വണ്ടി കമ്പനിക്കാർ വിചാരിക്കുന്നത് ഇവർക്ക് 1 മില്യൺ ഫോളോവേഴ്സ് കാണും, ഈ വണ്ടിയുടെ ഒരു വീഡിയോ അതിൽ വന്നാൽ അത്രയും പേര് കണ്ടു, 10 ലക്ഷം പേരിലേക്ക് എത്തുന്നുള്ള സംഭവം. അത് നാച്ചുറലായിട്ടും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പം അല്ലാതെ ഇപ്പം വണ്ടിയെ പറ്റി അറിയുന്നവരെ മാത്രമൊന്നുമല്ല അത് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ചെയ്താലും ഒരു എക്സലാവും, നമുക്കൊരു ഇത് വരുമല്ലോ. അങ്ങനെ വരും. ഞാനൊക്കെ അങ്ങനെയല്ലേ വന്നു. അല്ലാതെ ഇപ്പം ഞാൻ സാഹിത്യം പഠിച്ച് വണ്ടി എഴുതാൻ തുടങ്ങിയാണ്. ഓട്ടോമൊബൈലിനെ പറ്റി അല്ലാതെ ഞാൻ ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെ പഠിച്ച്
വരും. ഇപ്പം തന്നെ മലയാളത്തിൽ പലരും അങ്ങനെ വളരെ കാലമായിട്ട് ചെയ്തു വന്ന്. പക്ഷേ ഇതിന്റെ ഒരു വർഷങ്ങളുടെ പഴക്കം മാത്രം പോരല്ലോ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവർ തയ്യാറും കൂടി ആവും വേണ്ട. അതും കൂടി അതുണ്ട്, അത് കാര്യമുണ്ട്. ഇപ്പം ഈ പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ വരുന്ന എല്ലാവരും നമ്മളെക്കാളൊക്കെ എന്തറിവുള്ളവരാ. അതുപോലെ ഭ്രാന്തല്ലേ, വണ്ടി ഭ്രാന്തെന്ന് പറയുന്ന ഒരു ഭയങ്കര ഭ്രാന്താണ്. അത് ലോകവ്യാപകമായിട്ട് നോക്കി. അതാണ് നമ്മളെ എല്ലാ കാലത്തും നമ്മളിവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നാൻ കാര്യം. വണ്ടി ഭ്രാന്ത് അങ്ങനെ നിലനിൽക്കും. നമ്മളൊക്കെ എടുക്കാൻ വരുമ്പോൾ പിന്നെ പോകുന്നല്ലാതെ ഈ ഒരു സംഭവം അവിടെ കാണും. ഓട്ടോമൊബൈൽ ഭ്രാന്ത് എല്ലാ കാലത്തും ഉണ്ടാവും. ജനിച്ചിപ്പം ഇപ്പം ഇന്നലെ ഞാൻ മൂന്നാറിലായിരുന്നു, വട്ടവട എന്ന സ്ഥലത്ത്. വട്ടവടയിൽ ഒരു ഇത്ര ഉള്ളൊരു മോൻ, അവൻ്റെ അച്ഛൻ എന്നെ കാണാൻ ഓടി, അയ്യോ വൈച്ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കണം, ഇത്ര ഉള്ളൂ. നമുക്ക് ഭയങ്കര സന്തോഷം വരും. കാരണം നമ്മുടെ വിചാരം ആ ഒരു തലമുറയിലെ പിള്ളേരൊന്നും നമ്മുടെ ഒന്നും ശ്രദ്ധിക്കില്ല എന്നൊക്കെയല്ല. പക്ഷെ അങ്ങനെയല്ല, ആ അടുത്ത തലമുറയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഭ്രാന്ത് നിലനിൽക്കും. നമ്മളും ഒക്കെ ഈ ഒരു മാധ്യമമൊക്കെ മാറുമായിരിക്കാം. ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പല മാധ്യമങ്ങളും മാറി വന്നല്ലോ, അതുപോലെ യൂട്യൂബ് മാറിയേക്കാം. അപ്പം അതിൻ്റെ അടുത്ത സ്ഥാനത്തിലേക്ക് പിടിക്കാൻ ഈ പ്രായത്തിലേക്ക് എന്നെ കൊണ്ടൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. ശരിക്കും ഈ തലമുറയുടെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെങ്കിലും കോണ്ടന്റ് അതാണെന്നെങ്കിലും ഈ ശൈലി തുടക്കത്തിൽ ഇപ്പം നമ്മൾ ആദ്യം വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളത് ഫണ്ണായിട്ട് പറയുന്നുണ്ട്, ഹലോ ഗായ്സ് എന്നിട്ട് നീട്ടി സമയമുണ്ട്. 6 വർഷം മുമ്പത്തെ ബൈജയുടെ തുടങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും ഹലോ ഞാൻ ബൈജൻ നായർ, എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്നെടുത്ത വീഡിയോ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ തുടക്കത്തിലെ ശൈലി മാറ്റണം, അല്ലെങ്കിൽ അടുത്ത ജെൻസിയിലോട്ടോ ജനാൽഫയിലോട്ടോ ഇത് വീഡിയോ എത്തണമെങ്കിൽ ഞാൻ കുറച്ച് അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 90 വയസ്സുള്ള നടൻ കോളേജ് കുമാരനോട് അഭിനയിച്ച് അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതല്ല, അതിലൊന്നും കാര്യമില്ല. നമ്മളിത് ജനം പ്രതീക്ഷിക്കുന്നത് ഹലോ ഗൂയിസ് എന്നൊക്കെ ഞാൻ കളിയാക്കിയൊക്കെ പറയുന്നല്ലാതെ ഒരിക്കലും ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്വത്വം വിട്ടിട്ടുള്ള ഒരു ഇത് പറ്റില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും നമ്മുടെ ഒരു പ്രായത്തിനും പക്വതയ്ക്കും ചേരുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പലരും ഈ തമാശകളൊന്നും കൊണ്ടുവരാറില്ല ഈ ഇതിലൊക്കെ. നമ്മൾ ഈ തമാശയൊക്കെ കൂടെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു ഭാഷ നമ്മൾ പറയുന്നതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടല്ല, ഇപ്പോൾ വണ്ടിയെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല ആ കുഞ്ഞ് കണ്ടത്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു ഭാഷാപ്രയോഗങ്ങളും. പിന്നെ അമേരിക്കയിൽ ഞാൻ അടുത്ത കാലത്ത് യൂസഫ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നല്ല മലയാളം മോനെ പഠിപ്പിച്ച് വൈച്ചേട്ടൻ്റെ ചാനൽ കാണിച്ചിട്ടാണ്. കാരണം നമ്മൾ മറ്റേ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ വണ്ടിക്ക് അപ്പുറത്തേക്കുള്ള ഒരു സ്വീകാര്യത നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്നറിയുന്ന സന്തോഷം ഉണ്ട്. ഇത്രയും പേരിലേക്ക് കണ്ടു, കുറേ പേരുടെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ട് ആളുകളുടെ വണ്ടിപ്രാന്ത് നേരിട്ട് അറിഞ്ഞ ഒരാളാണ്. വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിപ്രാന്തൻ എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അവിടേക്ക് എത്തി, ആളുടെ വണ്ടി പരിചയപ്പെടാൻ പോയതാണ്. പക്ഷേ ആളോട് സംസാരിച്ച് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാഹനത്തെക്കുറിച്ച് ഇദ്ദേഹത്തെ അറിയാലോ എന്ന് തോന്നി ഞെട്ടിച്ച ഒരാളായിരിക്കും. ഞാനൊരു മാഗസിനുള്ള സമയത്ത് മാഗസിനിൽ ഞാനൊരു വില്ല പ്രോജക്റ്റിനെ പറ്റി ഒരു ഫീച്ചർ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഇന്ന് പ്രൊഡ്യൂസർ ആൻഡോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വൈജു നമ്മുടെ ഒരു പടം തുടങ്ങാൻ പോകും, അതിന് വേണ്ടി ഒരു വില്ല പ്രോജക്റ്റ് വേണം നമുക്ക്. അപ്പം നിങ്ങളുടെ അതിൽ കണ്ടത് കൊള്ളാം, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി അതൊന്ന് പരിചയപ്പെടുത്തരാമെന്ന്. അപ്പോൾ സിദ്ദിഖ് നമ്മുടെ മരിച്ചുപോയ സമയം സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ പടമായിരുന്നു. അപ്പോൾ സിദ്ദിഖ് എണ്ണം വന്ന് ഞാനും ആൻഡോയും സിദ്ദിഖും കൂടി പോയി ഈ വില്ലയൊക്കെ കണ്ടിട്ട് ഇറങ്ങാൻ നേരത്തെ ആൻഡോ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയമില്ലാത്ത ആളുടെ അടുത്ത് വന്നിട്ട് കാര്യമാണോ? ഇല്ല കുഴപ്പമില്ല, നിങ്ങൾക്ക് പരിചയമുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു വമ്പൻ വീടും സെറ്റപ്പൊക്കെയാണ്. വാല് പറഞ്ഞ രാമചേട്ടനാണ്, നമ്മുടെ നടൻ രാമചേട്ടൻ. അവർ ഞാനന്ന് ഏഷ്യാനെറ്റ് പ്രോഗ്രാം ചെയ്തു, രാമചേട്ടൻ തൃശ്ശൂരിലെ വീട്. അപ്പോൾ രാമചേട്ടൻ എന്നെ കണ്ടപ്പോൾ നിങ്ങളിവിടെ വന്നു, നിങ്ങൾ ഞാൻ ഏഷ്യാനെറ്റ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനടക്കമുള്ള എല്ലാവരുടെയും ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ അന്നൊക്കെ എല്ലാവരും വിചാരിച്ച പണ്ട് കുറേ പടത്തിലൊക്കെ അഭിനയിച്ച് നശിച്ചു പോയ അതൊരു മനുഷ്യൻ എവിടെയെങ്കിലുമായിട്ട് കഴിയുന്നുണ്ടാവുമെന്നൊക്കെയുള്ള മട്ടാണ്. അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ കിടക്കുന്ന വണ്ടികൾ കണ്ട് ഞാൻ കിടങ്ങിപ്പോയി. 10-20 വണ്ടി നിരത്തി ഷെഡ് കെട്ടിയിട്ടിരിക്കുകയല്ലേ. അപ്പം ഞാനന്ന് രാമചന്ദ്രനോട് പറഞ്ഞു, നമുക്കൊരു വീഡിയോ ചെയ്യണം കേട്ടോ. പുള്ളി പറഞ്ഞാൽ ഈ പോപ്പോൾ ഒന്ന് പിള്ളേ എന്നെ ഓടിച്ചു വിട്ടു. പിന്നെ ഞാൻ എന്നും വിളിച്ച് ശല്യപ്പെടുത്തും. ചിലപ്പോൾ തന്നെയല്ല ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറഞ്ഞൊരു കാര്യം, എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയാൽ കാണുന്നവർക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നും. എന്താണെന്ന് വെച്ചാൽ വിഷയം ഏതായാലും അതാണ് ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പം ഞാനിങ്ങനെ പിന്നെയും വിളിച്ചോണ്ടിരിക്കും. അപ്പം രാമചേട്ടൻ പുതിയ വണ്ടി വാങ്ങിക്കാനൊക്കെ എന്നെ വിളിക്കും. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ അയ്യോ നീ ഇന്നലെ വിളിച്ചില്ലല്ലോ, ഞാൻ നാളെ ഇന്ന സ്ഥലത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പും. അവസാനം ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ വരികയാണ്, ഇനി ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പോയി വണ്ടികൾ പരിചയപ്പെടുത്തി ചെയ്ത വീഡിയോ എനിക്ക് 60 ലക്ഷം വ്യൂ മറ്റോ. അതിലാണ് പറഞ്ഞത് പട്ടാണി മമ്മൂക്ക് വെച്ച് വണ്ടിയുടെ പ്രയോഗം. അപ്പോൾ അന്നാണ് ആ വീഡിയോ കമന്റ് മുഴുവൻ, അയ്യോ ഈ മനുഷ്യൻ ഇത്ര വലിയ സെറ്റപ്പിൽ എത്തിയായിരുന്നു, ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇങ്ങനെ പഴയ സിനിമയിലൊക്കെ അഭിനയിച്ച് പോയി എന്നാണ്. അതെന്നെ ഞെട്ടിച്ചൊരു മനുഷ്യനാണ് രാമചേട്ടൻ. എന്നെ ഞെട്ടിച്ച ആളാണ്. വീടും ഭയങ്കര ഗംഭീരമാണ്. അപ്പോൾ രാമചേട്ടൻ എന്നിട്ട് ഇപ്പം എന്നോട് പറഞ്ഞു, നീ കാരണം എൻ്റെ എല്ലാ സേഫ്റ്റി ഇതും പോയി, എൻ്റെ പ്രൈവസിയും പോയി. പണ്ടൊന്നും എന്നെ ആരും പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല. ഇതിപ്പോൾ എവിടെ ചെന്നാലും ചേട്ടാ വണ്ടിയൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ച ആൾക്കാരൊക്കെ
അത് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ജോജു ഒക്കെ പൊതുവെ വണ്ടികൾ അധികം വെളിയിൽ കാണിക്കുന്നില്ല. ജോജു ഒക്കെ ഭയങ്കര വണ്ടി ഭ്രാന്തനാണ്. ഇഷ്ടംപോലെ വണ്ടികൾ വാങ്ങിക്കുകയും വണ്ടിയെ പറ്റി നന്നായിട്ട് അറിയുകയൊക്കെ ചെയ്യുന്ന ആളാണ് ജോജു. അങ്ങനെ പലരും ഉണ്ട് ഈ സിനിമ മേഖല പലരും ഉണ്ട്. പിന്നെ ബിസിനസ് മേഖലയിലുണ്ട്. നമ്മളൊക്കെ ഞാനതാ പറഞ്ഞത്, അവരൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വണ്ടിയെ പറ്റി ഒന്നും അറിയില്ലെന്ന് തോന്നിപ്പോ. പിന്നെ തീർച്ചയായും അങ്ങനെ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ പോലും എനിക്ക് തോന്നാറുണ്ട് അത്രയ്ക്ക് താല്പര്യമാണ് അവർക്ക് ആ വിഷയത്തെപ്പറ്റി. അപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഈ വണ്ടികളെല്ലാം ഓടിക്കുന്നുണ്ടെങ്കിലും ഹൈ എൻഡ് ഇപ്പം ഫെരാരിയോ അല്ലെങ്കിൽ ലംബോർഗിനി പോലുള്ള വണ്ടികളൊക്കെ നമ്മൾ കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഓടിക്കുന്നതല്ല, നമുക്ക് എപ്പോഴും ഒന്നും ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരൊക്കെ വാങ്ങിക്കുന്ന അത്തരം വണ്ടികളാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റഡ് ആയിരിക്കും ഇവർ, അത്തരം ഈ സൂപ്പർ കാർസിനെ പറ്റിയൊക്കെ. അപ്പം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കേൾക്കുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നത്. നമുക്ക് എപ്പോഴും ഓടിക്കാൻ കിട്ടണമെന്നില്ല എന്നുള്ളത്. വാഹനങ്ങൾ പൊതുവേ അതിർത്തി കടന്ന് വരിക എന്നുള്ളത് വളരെ സുഭിക്ഷമായിട്ടുള്ള കാര്യം കൂടിയാണ്. പക്ഷേ ഈ ഇടക്കാലത്ത് അത് ഭയങ്കരമായിട്ട് വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ട് വിവാദങ്ങളും സംഭവിച്ചു. അതിലിടയ്ക്ക് ഏറ്റവും ഒടുവിൽ പൈസ കൊടുത്ത് വാങ്ങിയവർ അതിനെ പ്രതിചേർക്കപ്പെടുന്ന രീതിയിലോട്ട് മാറും ചെയ്തു. ഇത് കൈമാറി വരുമ്പോൾ ഇത് എവിടെയായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇവർ അറിഞ്ഞോളുന്നില്ല. ശരിക്കും എന്താ ഇതിനൊരു യാഥാർത്ഥ്യം? അതാണ് യാഥാർത്ഥ്യം. ഞാനെപ്പോഴും പലപ്പോഴും എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പം ഞാനൊരു BMW വാങ്ങിച്ചു, ബോംബെ പോയി വാങ്ങിച്ചു. അത് ഒരു ബോളിവുഡ് നടൻ്റെ വീട്ടിൽ പോയി വാങ്ങിച്ചതാണ്. ആ വണ്ടി വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ ലൈസൻസ് എൻ്റെ RC ബുക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ് തന്ന RC ബുക്ക്, ഇതിൽ ഇയാളുടെ പേരുണ്ട് ഫസ്റ്റ് ഓണറായിട്ട്. ഇതിക്കുള്ളിൽ ഞാനെന്തോ നോക്കുന്നത്? ഒരുപക്ഷെ ഇനി കണക്കെടുത്ത് വരുമ്പം ഭൂട്ടാനിൽ നിന്ന് വന്നാണോ എന്ന് ഞാനെങ്ങനെ അറിയുന്നത്? എനിക്കിപ്പോൾ എൻ്റെ സ്വന്തം ഗവൺമെൻറ് തന്ന ഒരു RC ബുക്കുണ്ട്. ഇതിക്കുള്ളിനപ്പുറത്തേക്ക് ഞാൻ ഇത് ഭൂട്ടാനിൽ നിന്ന് വന്നാണോ എന്ന് ഞാൻ അവിടെ പോയി അന്വേഷിക്കുന്നത്. ഇല്ല, ഞാനിവിടെ കൊണ്ടുവന്നു, ഞാനത് കേരള രജിസ്ട്രേഷൻ ആക്കി, ടാക്സ് അടച്ച് കേരള രജിസ്ട്രേഷൻ ആക്കി ഞാൻ ഓടിച്ചു നടക്കുക. ഒരു ദിവസം തന്നെ വിളിച്ചിട്ട് ഇത് ഭൂട്ടാനിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാകൊണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതൊക്കെ തന്നെയാണ് ഇപ്പം ദുൽഖറിൻ്റെ കാര്യത്തിൽ എല്ലാം സംഭവിച്ചത്. അത് 100% അങ്ങനെ. അല്ലാതെ ഇതും അറിഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ഈ ഒരു ലെവലിലുള്ള ആൾക്കാരൊന്നും ഒന്നും വാങ്ങിക്കില്ല. പിന്നെ ചിന്തിക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ, എന്താ ഇത്ര വില കുറച്ച് വിൽക്കുന്നത് വേണമെങ്കിൽ ചിന്തിക്കാം വാങ്ങുന്ന സമയത്ത്. പക്ഷെ എങ്കിൽ പോലും നമ്മളിത് വേറൊരു രാജ്യത്തുനിന്ന് കൊണ്ടുവന്നാണെന്ന് കേൾക്കും. നമ്മൾ കേൾക്കുന്ന വല്ല ഫ്ലഡിലും ഒക്കെ കിടന്ന വണ്ടി ആയിരിക്കാം എന്നല്ലേ. ഭൂട്ടാനും ബർമേന്നൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതൊക്കെ ശരിക്കും ഇങ്ങനെയുള്ളവരല്ല, അത് കൊണ്ടുവന്നവരെ പിടിക്കല്ലാതെ നമ്മൾ പിന്നെ വാങ്ങുന്ന ആൾ എത്ര കുറവ് റേറ്റിന് കിട്ടുന്ന സമയം ഞാനിത് എന്നോട് കുറഞ്ഞ് കിട്ടുന്നു എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ചോളുന്നില്ല, കുറച്ച് സ്വാർത്ഥതയാവാം. അന്നേരം ചിന്തിക്കുന്ന ഇതാണ്, ഒരു പക്ഷേ ഇത് കാണുന്നത് കിലോമീറ്റർ 1 ലക്ഷമാണ്, അത് 5 ലക്ഷം ഓടിയതായിരിക്കും വന്നാൽ, അല്ലെങ്കിൽ പിന്നെ ഫ്ലഡിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഇപ്പം ദുൽഖറടക്കമുള്ളവർ വാങ്ങിച്ച വണ്ടികളൊന്നും നിരന്തരം ഓടിക്കുന്ന വണ്ടികളല്ല, ഇവരുടെയൊക്കെ ഒരു കളക്ഷൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, അവിടെ കിടന്നോട്ടെ, വില കിട്ടിയില്ലെന്ന് വിചാരിക്കാം. ഒരു പക്ഷേ ഞാനിത് എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫൻഡർ കണ്ടാൽ ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. കാരണം ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ, ഭാഗ്യത്തിന് അങ്ങനെ ഇതുവരെ സംഭവിച്ചില്ല. പക്ഷേ ഈ BMW കാര്യത്തിൽ ഞാൻ എപ്പോഴും ഞാനിങ്ങനെ പറയും, ദൈവം ഇതിനെ അവിടെ നിന്നെല്ലാം വന്നാണ്, ഇതെങ്ങനെ അറിയുന്നത് അല്ലേ? ഒന്നും അറിയില്ല, അതിന്റെ ചരിത്രം അറിയില്ല, ഒന്നും അറിയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഓണറായിട്ട് ആളുടെ പേരുണ്ട്. നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ പേര് വെച്ച് അറിയില്ല, പുറകോട്ട് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പണ്ട് നമുക്കൊരു 10 ലക്ഷം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8 to 10 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലി വെഹിക്കിൾ എടുക്കാം, ഒരു ബഡ്ജറ്റ് വെഹിക്കിൾ എടുക്കാം എന്നാണ് ചിന്തിച്ചതെങ്കിൽ ഇന്നൊരു 10 ലക്ഷം ഉണ്ടെങ്കിൽ പ്രീമിയം മുറ്റത്ത് കൊടുത്തിടാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ പോലെ ഡീസൽ വണ്ടികൾ നിരോധിച്ചപ്പോൾ മുതൽ ഇത് വരുന്നുണ്ട്. അതിനിടയ്ക്ക് മീഡിയേറ്റേഴ്സ് ഉണ്ടായിരിക്കാം, അവർ ചിലപ്പോൾ അമിതമായ ലാഭം ഉണ്ടാക്കിയേക്കാം, ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വിശ്വാസ്യത എവിടെയാണ് വരുന്നത് ശരിക്കും? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പില്ലാതെ നമുക്ക് അതിൻ്റെ അത് വിശ്വാസത ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെയൊക്കെ മനസ്സിലെ വലിയ ആഗ്രഹമാണ് ബെൻസ് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്തോ ആയി നമുക്ക് തോന്നണമെങ്കിൽ ബെൻസ് വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ രീതി. അപ്പോഴാണ് 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ പഴയ E-ക്ലാസ് കിട്ടും, 10 ലക്ഷം രൂപയ്ക്ക് S-ക്ലാസ് കിട്ടും. അതാണ് അവസ്ഥ. അപ്പോൾ ഓടിപ്പോയത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് മുസ്തഫ, മരിച്ചു തിരൂര്. മുത്തുവിന് വലിയ ആഗ്രഹമായിരുന്നു സ്കോഡ സൂപ്പർബ് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തപ്പി നടന്ന അവസാനം 2.25 ലക്ഷം രൂപയ്ക്ക് ഒരു കിഡിലും സൂപ്പർബ് കിട്ടി. അപ്പോൾ അന്ന് നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ആഗ്രഹം സഹായിച്ചു, സൂപ്പർബ്. ഞാൻ മുത്തു ശ്രദ്ധിക്കണം, സൂപ്പർബാണ് എന്ന്, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്കിന് പണി വന്നു 2.5 ലക്ഷം രൂപ. 2.25 ലക്ഷം രൂപ വണ്ടിക്ക് 2 ലക്ഷം രൂപയുടെ പണി. അപ്പം തന്നെ ഒരു കുറച്ച് അത് പണിത് നന്നാക്കിയിട്ട് 2 മാസം കഴിഞ്ഞ് 2 ലക്ഷം രൂപയ്ക്ക് തന്നെ മുത്തു വിറ്റ് ഒഴിവാക്കി. ഈ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഒരു BMW സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറഞ്ഞാൽ മിനിമം 1.5 ലക്ഷം രൂപയാണ്. അതിന് അല്ലെങ്കിൽ നിങ്ങൾ ദുബായി പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ വെളിയിൽ കൊടുത്തൊക്കെ ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആദ്യത്തെ വില വെച്ച് ചിന്തിക്കണം, ഇപ്പോഴത്തെ 10 ലക്ഷം രൂപ വെച്ച് ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അബദ്ധമാണ് പലരും കാണിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരു പണി കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ. പണ്ടൊക്കെ ബൾബ് വാങ്ങുന്ന സമയത്ത് ചൈനയുടെ CFL ബൾബ് വന്നിരുന്നു. അപ്പോൾ അവർ ചെയ്തതിന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്ത് തരും, ഇതിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം കത്തുണ്ട്, ഇനി ഇവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എടുക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അത്രത്തോളം ഇതൊരു ഉറപ്പില്ല. ഇപ്പം ഇത് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും,
ഇനി എന്ത് വരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതുണ്ട്. ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോൾ കേരളത്തിലെ BMW ബെൻസോ അല്ലെങ്കിൽ ഓഡിയോ ഒന്നും നമുക്ക് ഈ വിലക്ക് കിട്ടില്ല. കേരളത്തിലെ പഴയ വണ്ടികൾ പോലും ഒരു ലെവലുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള വിലക്ക് കിട്ടുള്ളൂ. അപ്പം ബോംബെന്നോ ഡൽഹിയിൽ നിന്നൊക്കെ ഈ വിലക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ അതിനകത്ത് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചാൽ മതി. ഇത് എനിക്ക് തോന്നുന്നു ആ വണ്ടി ഉപയോഗിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് കുറേയൊക്കെ ഒന്ന് ഷോ കാണിക്കാനും അല്ലെ, ഇതിന്റെ ഒരു ഭാഗമായിട്ടും കൂടി വാഹനം വേണം ചിന്തിക്കുന്നവരുണ്ട്. അത് ആദ്യമൊക്കെ ബിസിനസ്സുകാരാണ് ചിന്തിച്ചതെങ്കിൽ ഇതിപ്പോ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു മുഴുവൻ മുറ്റത്തൊരു പ്രീമിയം കിടക്കണം, ഒരു ബെൻസോ BMW കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഞാനൊരു ബെൻസ് വാങ്ങിച്ചു, ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ ആയി. നമ്മൾ രക്ഷപ്പെടും സ്വയം വിശ്വസിപ്പിക്കാനുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ബെൻസ് വാങ്ങിച്ചിട്ട് അടുത്ത വീടൊരു അവരൊന്ന് രക്ഷപ്പെട്ട് കേട്ടോ, ഒരു ബെൻസൊക്കെ വാങ്ങിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം. തീർച്ചയായിട്ടും നമ്മളൊരു ജീവിതമല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ ആദ്യം ബെൻസ് വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതായത് എനിക്കൊരു സന്തോഷമായിരുന്നു, നമ്മളാ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. നമുക്ക് ഇതിന് രാവിലെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ലോഗോ കാണുമ്പോൾ തോന്നും എന്ന് വെച്ചപ്പോൾ അത് എപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കലൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. അതിനുശേഷം വലിയ തിരക്കുള്ളത് വില കിട്ടിയപ്പോൾ ഞാൻ വിൽക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും അത് നമുക്കൊരു സന്തോഷമായിരുന്നു. പക്ഷെ ആ വാങ്ങുന്നതിൽ ഓൾറെഡി ബൈച്ചേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് കാലഘട്ടം മാത്രം ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ, നോക്കിയിട്ടൊക്കെ എടുത്ത ഒരാളാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രീമിയം എടുക്കുന്ന സമയത്ത് ശരിക്കും അത് പലരും നോക്കിക്കോളണമെന്ന് പോലും ഇല്ല. നോക്കിയാലേ അറിയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചു, ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഉള്ള യൂസ്ഡ് കാർ ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഭീകരമായ പണികൾ അറിയാവുന്നവരാ. അവരൊക്കെ എന്തൊക്കെ ചെയ്യും, നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും മീറ്റർ ടാമ്പർ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഹാക്ക് ചെയ്തൊക്കെ മാറ്റലും ഒക്കെയാണ് ഇപ്പോൾ ഡിജിറ്റൽ മീറ്ററൊക്കെ. അങ്ങനെയൊക്കെ വേണ്ടി എന്ത് മനസ്സിലാക്കാനാ, നമുക്ക് പോയി കണ്ടു ഇത്രേ ഉള്ളൂ. പിന്നെ നോക്കുക RC ബുക്ക് നോക്കുമ്പോൾ ഇവർ ചെയ്യുന്ന വേറെ കാര്യം വെച്ചാൽ ഇവിടെ ഒന്നും അത്ര അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടെയൊക്കെ ഒരു വണ്ടി ഒരു തവണ വിറ്റ് കഴിഞ്ഞാൽ പഴയ അയാളുടെ പേരിൽ നിന്ന് മാറ്റാതെ ഒരാൾക്ക് വേണം വിൽക്കും. അയാൾക്ക് ഓടിക്കാൻ കൊടുക്കും 1 വർഷമൊക്കെ, അത് കഴിഞ്ഞ് വീണ്ടും വിൽക്കാൻ വയ്ക്കും എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു ഓണറൂടെ വന്നു, അത് RC ബുക്കിലില്ല. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സർവീസ് റെക്കോർഡ് എടുത്ത് തരും. കൃത്യമായിട്ട് നമ്മൾ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ കൃത്യമായി ഓയിൽ ചേഞ്ച് ചെയ്തെല്ലാം. പക്ഷേ ഇത് ഓയിൽ ചേഞ്ചിന് മാത്രമേ ഈ സർവീസ് സെൻ്ററിൽ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് വേറൊരു വലിയ ആക്സിഡൻറ്റ് നടന്ന് ടോട്ടൽ ലോസ് ആക്കി പണിതെടുത്ത് വേറെ വർഷപ്പായിരിക്കും, അത് ഇതിനകത്ത് വരില്ല. നമ്മൾ നോക്കുമ്പോൾ സർവീസ് പക്ക സർവീസ് റെക്കോർഡൊന്നും പറഞ്ഞെടുക്കും. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. അതിലൊന്ന് തന്നെയാണ് പൂട്ടാൻ ഇഷ്യൂ വന്നത്. അപ്പോൾ ഇത് കണ്ണടച്ചെടുക്കാന്നല്ല, അതിൻ്റെ അകത്ത് നിങ്ങൾ ഇനി അങ്ങനെയൊക്കെ നോക്കിയാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ബോംബെ ഡൽഹി വണ്ടികളിൽ. അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ വീട്ടിൽ പോയി ഇങ്ങനൊരു വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട്, അതൊരു ഏജൻറ്റ് വഴി തന്നെയാണെങ്കിലും ഈ ഒരു ഓണറിൻ്റെ വീട്ടിൽ കിടന്ന വണ്ടി അയാളുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് കീയും കിട്ടിയത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ എത്രത്തോളം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ 1.5 വർഷം നോക്കിയാണ് ആ ഒരു വണ്ടിയിലേക്ക് എത്തിയത്. അങ്ങനെയൊക്കെ നോക്കി 9 മാസം 12,000 ഒക്കെ ഓടിയ അത് 2 സീറ്റർ സ്പോർട്സ് കാറാണ്. അപ്പോൾ അത് അത്ര വ്യാപകമല്ല. അപ്പം ഞാൻ അതുപോലെ നോക്കി 1.5 വർഷം കാത്തിരുന്നൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ക്ഷമയോടുകൂടി ഇരുന്നാൽ ഒരു പക്ഷേ നല്ല വണ്ടി കിട്ടിയേക്കാം. നമ്മളിതൊക്കെ വരുമ്പോൾ പലപ്പോഴും പറയും ഇങ്ങനെ ആനയെ വാങ്ങാം തോട്ടി വാങ്ങാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. നമുക്ക് തോട്ടിയല്ല ഉപയോഗിക്കേണ്ടത്, പട്ട വാങ്ങി കൊടുക്കേണ്ട കേസിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ വാങ്ങുന്ന റേറ്റ് നോക്കുന്നുള്ളൂ. ഈ വണ്ടി 40-50 ലക്ഷം രൂപയുടെ വിലയാണ്, നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 10-15 ലക്ഷത്തിനായിരിക്കാം. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ വെച്ചിട്ടല്ലേ, നമ്മൾ എത്രയാണ് നമുക്കിത് റോട്ടിലൂടെ ഇറങ്ങുമ്പോൾ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും അവിടെ കണ്ട് ചെയ്യേണ്ടി വരില്ലേ. പലപ്പോഴും അത് മറക്കുന്നു നിന്നുകൊണ്ടായിരിക്കും ശ്രദ്ധിക്കും. അല്ല, അതാണ് പലപ്പോഴും ഇപ്പം പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് വാങ്ങിക്കും. 5 ലക്ഷം രൂപയ്ക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ നമ്മളൊരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞൊരു പണിയുണ്ട്, നമ്മുടേതാകാൻ വേണ്ടി ഒരു പണിയുണ്ട്. ആ പണിയിൽ തന്നെ പണി കിട്ടും. ഇത്തരം എല്ലാ വണ്ടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവേ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ പ്രീമിയം യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ആ ഒരു വില മാത്രം കണ്ടുകൊണ്ട് പോയി വാങ്ങിക്കരുത്. അല്ല പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കൂടുതൽ വിലക്കൊക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ സാധ്യതയുണ്ട് വണ്ടിയുടെ അവസ്ഥ മോശമാണെങ്കിൽ. ഓക്കെ, ബൈച്ചേട്ടൻ 20 ലക്ഷം രൂപ തരുവാണ്. ആ 20 ലക്ഷം വില വരുന്ന സ്പെക് ഫീച്ചേഴ്സ് ഉള്ള കാർ എടുക്കുമോ, പുതിയ വണ്ടി എടുക്കുമോ, അല്ലെങ്കിൽ ആ വിലയ്ക്ക് കിട്ടുന്ന ഒരു പ്രീമിയം വണ്ടിയിലോട്ട് ചിന്തിക്കുമോ? ഏതിലോട്ടാണ് ചിന്ത പോകുക? ഞാൻ ഇതുവരെ വാങ്ങിച്ച പ്രീമിയം വണ്ടികളൊന്നും തന്നെ പുതിയതല്ലായിരുന്നു. ഈ പുതിയ വണ്ടികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വലിയ കമ്പനിയുള്ള ഒരാളെ ഒരു ഡിപ്രീസിയേഷൻ കാണിക്കണം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇപ്പം EMI അടയ്ക്കുന്ന കമ്പനിയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ പ്രീമിയം വണ്ടികൾ പുതിയതിലേക്ക് പോകേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 50 ലക്ഷം രൂപയുടെ ബെൻസ് വാങ്ങിച്ച് ആ ഡീലർഷിപ്പിന്റെ ഗേറ്റ് കിടക്കുമ്പോൾ 35 ലക്ഷം രൂപയായി അതിന്റെ വില, ഇല്ലേ? നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് 1 മാസം കഴിഞ്ഞാൽ 30 ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോലെ ഇപ്പോൾ അങ്ങനെ വലിയ ഈ പറഞ്ഞ ബിസിനസ്സുകാരും അങ്ങനെ ഒന്നും അല്ലാത്തവർ അതുപോലെ EMI അടയ്ക്കുന്നവരുടെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സെക്കൻഡ് ഹാൻഡ്. ഞാൻ എന്ന് വെച്ചാൽ ഒത്തിരി പഴയതല്ല. ഞാൻ ബെൻസ് വാങ്ങിച്ചപ്പോൾ അത് 1.5-2 വർഷത്തോളം പഴക്കം. അന്ന് ആ ബെൻസ് പുതിയ വാങ്ങിച്ചതിനേക്കാളും 18 ലക്ഷം രൂപ കുറച്ചാണ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചത്. ആലോചിച്ച് 18 ലക്ഷം രൂപ. അപ്പോൾ അദ്ദേഹത്തിന് അതിനേക്കാൾ പ്രീമിയത്തിലേക്ക് പോയി. അങ്ങനത്തെ ഒരു ബിസിനസ് ഉള്ള ആളാണ്. അപ്പോൾ ആ ഒരു വലിയ മാറ്റം. ഇപ്പം ഞാൻ വാങ്ങിച്ച BMW C4 എന്ന് പറയുന്നത് അതിനിപ്പം 1.5 കോടിയോളം രൂപ ഓണ്ടോട് വില വരും. അതിനി വിറ്റ് കഴിഞ്ഞാൽ 1ന്റെ താഴേക്ക് പഴയ അങ്ങ് വീഴുകയാണ്. അത്ര നഷ്ടപ്പെടുത്താൻ നമുക്കില്ല, നമുക്ക് ആ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ
എൻ്റെയൊക്കെ ലെവലിൽ നിൽക്കുന്നവർ എപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് പ്രീമിയത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ പലതരത്തിലുള്ളതുകൊണ്ടാണ് അവർ പുതിയതിലേക്ക് പോകുന്നത്. നമ്മൾ മറ്റേ ഭക്ഷ്യശൃംഖലയിൽ പറയും പുല്ല് പുൽച്ചാടി തവള പാമ്പ് കഴുകൻ. പ്രീമിയം കാറിന് വരുമ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. അവരടുത്തേലോട്ട് പോകുമ്പോൾ ഇത് വാങ്ങി ഇവിടുന്ന് മാറി ഇതിലോട്ട് വരണം എന്നുള്ളൊരു ശൃംഖല സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പറയും ഒരു പ്രീമിയത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മളതൊരു വണ്ടി ഉപയോഗിച്ച് നിങ്ങൾ പ്രീമിയത്തിൽ കിടക്കുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പ്രീമിയം വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഡീസലിലേക്ക് പോകുമ്പോൾ ഡീസലിന് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്ത് ബെൻസിൻ്റെ GLA എന്ന് പറയുന്നത് ബെൻസിൻ്റെ SUV-കളിലെ ഏറ്റവും എൻട്രി ലെവൽ മോഡലാണ്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല ഒരു ഡീസൽ എഞ്ചിനും അതിനകത്തുണ്ടായിരുന്നു, നല്ല മൈലേജുള്ള ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 2-2.5 വർഷം ഉപയോഗിച്ചിട്ട് ഞാൻ വിറ്റപ്പോൾ എനിക്ക് വലിയ നഷ്ടമൊന്നും വന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം Q3 Audi Q3, BMW-ൻ്റെ X1 അല്ലെങ്കിൽ ബെൻസിൻ്റെ GLA, ബെൻസിന് പിന്നെ CLA ഒക്കെ ഉണ്ട് സെഡാനുകൾ. ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇത് എത്രത്തോളം ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്യൂവിലോട്ട് പോകണോ അതോ സെഡാനിലോ ഏതായിരിക്കും കുറച്ചുകൂടെ? അല്ല, എൻ്റെ അഭിപ്രായം ഇത് മൂന്നുമൊക്കെ ഒരുപോലെ തന്നെ. പിന്നെ നമ്മൾ റേഞ്ച് റോവറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇവോക്കൊക്കെ ഒരു പക്ഷേ ഈ വിലക്കൊക്കെ കിട്ടും. പക്ഷേ അതിന് കുറച്ചുകൂടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. ജാഗ്വർ ലാൻഡ് റോവറിന് പിന്നെ ഇപ്പം വോൾവോയിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്കുള്ള ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് വരും. ബെൻസ് ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്നതിൽ വെച്ചിട്ട് ഒരു വലിയ തിരക്കില്ലാത്ത വിലക്ക് കിട്ടുന്ന ചെറിയ പ്രീമിയം ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ GLA ഒക്കെയാണ് പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെ വലിയ നഷ്ടമില്ലാതെ നമുക്ക് തിരിച്ച് വിൽക്കാനും പറ്റും പിന്നീട് വിൽക്കുമ്പോൾ. പിന്നെ ഈ പറഞ്ഞല്ലോ മാരുതിയുടെ ഇപ്പോൾ ഏറ്റവും ചെറിയ വണ്ടിക്ക് ഉള്ള മെയിൻ്റനൻസ് അല്ല മാരുതിയുടെ ടോപ്പ് എൻഡിലേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ GLA ഒരു പരിധി വരെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക്. പക്ഷേ പലപ്പോഴും ചിന്തിക്കുന്നത് ലോഗോ ആണ് അല്ലെങ്കിൽ ഏതാണ് കമ്പനി, ബെൻസാണ്. ഇത് ബെൻസിന്റെ ഏത് വണ്ടി എന്നുള്ളത് ചിലപ്പോൾ പലപ്പോഴും പോയിക്കൊള്ളുന്നില്ല. ഈ പരിമിതമായ ചില പറവുള്ള എല്ലാവർക്കും ചിലപ്പോൾ പ്രീമിയം വണ്ടി എന്നുള്ള ഇതിലേക്ക് പറയും. ചിലപ്പോൾ ബെൻസ് പറയും, BMW പറയും, ചിലപ്പോൾ Audi പറയും. ഇതിനപ്പുറത്തേക്ക് ചിലപ്പോൾ വലിയ വണ്ടികൾ വിടുന്നു പറയില്ല. അപ്പോൾ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ പലപ്പോഴും ഇതല്ലാതെ ഇഷ്ടം നോക്കി എടുക്കുമ്പോൾ ഇത് ചിലപ്പോൾ പൊതുമധ്യത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത്ര വിലയുള്ള വണ്ടിയാണെന്ന് അറിയണമെന്ന സമൂഹം കുറവായിരിക്കും. അപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി അറിയപ്പെടുന്ന ഒരു മോഡൽ എടുക്കണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? നമ്മളിപ്പം വണ്ടിയെ പറ്റി അധികം അറിയാത്ത ആളാണെങ്കിൽ അവൻ ബെൻസ് എടുത്തു എന്ന് പറയും. അറിയാവുന്ന ആളുടെ പറയാം GLA എന്ന് പറയും. അതെ അതെ, അതാണ് വ്യത്യാസം. അറിയാം ഇപ്പം GLA പിന്നെ CLA, GLC, GLS ഇങ്ങനെ കിടക്കല്ലേ. ഇതൊക്കെ എത്ര പേർക്ക് അറിയാൻ പറ്റും? സ്ഥിരമായിട്ട് വണ്ടിയെ പറ്റി പഠിക്കുന്നവർക്കല്ല. അത് ബെസ്റ്റ് ക്ലാസ് ആണ്. സെഡാനുകൾ ഏറ്റവും കൂടിയ പിന്നെ മേബായുണ്ട്. അങ്ങനെയാണ് ഏറ്റവും താഴേക്ക് വരുമ്പോൾ CLA ആണ് ഏറ്റവും ചെറുത് എന്നൊക്കെ മനസ്സിലാക്കുന്നൊരു കുറവാണ്. ഇവിടേക്ക് വേണുള്ളിയാണെങ്കിൽ 5 സീരീസ് 7 സീരീസ് അങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് തന്നെ ലോഗോയാണ് ഒരു പരിധി വരെ ആൾക്കാർ പിടിച്ചതല്ലോ. ബെൻസ് വാങ്ങിച്ചു. ബെൻസിന്റെ ലോഗോ 3 സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വണ്ടി ഭ്രാന്തന്മാരെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ BMW എന്ന് പറയുന്നത് ആ ഡ്രൈവർ സ്റ്റാർ എന്ന് പറയുന്ന സാധനം. പിന്നെ ഒരു ലക്ഷറി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ റേഞ്ച് റോവർ. ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അവൻ റേഞ്ച് റോവർ എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും അവൻ കൊള്ളാം, സംഭവമാണ് എന്ന് തോന്നുന്ന ഒരു സമൂഹത്തിലുണ്ട്. അങ്ങനെ കയ്യിലുള്ള പൈസ കൊടുത്ത് അവൻ്റെ ഒരു സ്വപ്നം ഒക്കെ നിറവേറ്റി വണ്ടി റോട്ടിലിറക്കുമ്പോൾ ആ വണ്ടിക്ക് എന്തൊക്കെയാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റോഡുകൾ ഇവിടെ ഇല്ല എന്നുള്ള ഇപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ്. അപ്പോൾ എനിക്കൊന്ന് ആ പരാതി ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾ വൈജേട്ടനാണ്. സോ എപ്പോഴെങ്കിലും സംസാരിക്കാൻ പല രാഷ്ട്രീയക്കാരായിട്ടുള്ള മുഖാമുഖം വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ ശരിക്കും അവരോടൊക്കെ? ഞാൻ എപ്പോഴും നമ്മുടെ ഗണേഷ് കുമാർ നമ്മുടെ മിനിസ്റ്റർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഗണേശേട്ട ഈ റോഡുകൾക്കുപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈൻ ട്രാഫിക്കാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ആദ്യമായിട്ട് വലിയ ഹൈവേ കിട്ടാൻ പോവാം. അങ്ങ് തൊട്ട് ഇങ്ങ് വരെ നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്തൊരു സാധനം ഹൈവേ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങേറ്റം ഹൈവേ NH47 അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പിന്നെ വെളിയിലൊക്കെ പോയവരായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന സാധനത്തെ പറ്റി യാതൊരു ധാരണ ഒരു മനുഷ്യനുമില്ല. നമ്മളിപ്പോൾ എൻ്റെ റാപ്പിഡ് ഫെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ എവറി ഫ്രൈഡേ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വെറുതെ ചോദിക്കും ലൈൻ ട്രാഫിക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ലൈൻ ട്രാഫിക് അറിയാം, ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നവരൊക്കെ അല്ലാതെ ലൈൻ ട്രാഫിക് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം വെച്ചാൽ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ലൈസൻസിങ് സമ്പ്രദായത്തിലൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. കാരണം നമുക്കിവിടെ ആവശ്യമില്ലായിരുന്നു, ഇല്ലല്ലോ സാധനം. ഇനി പക്ഷെ അങ്ങനല്ല. ഇനിയിപ്പോൾ ഈ 4 ട്രാക്കിലും കൂടെ 4 വണ്ടി നിരന്തങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ചെറിയ വണ്ടി കൂടെ പോകുന്ന അതേ എഫക്റ്റ് ആയിരിക്കും പുറകെ വരുന്ന വണ്ടിക്കാരൻ. ഒരിക്കലും മുന്നിൽ കയറാനും പറ്റിയല്ല, ഇങ്ങനെ തുഴഞ്ഞു പോകണം. അതുകൊണ്ട് ഈ എന്താണ് സ്പീഡ് ട്രാക്ക്, ഫാസ്റ്റ് ട്രാക്ക് എന്നത് എന്താണ്, അതിൽ കൂടെ ഏതൊക്കെ വണ്ടിക്ക് പോകാം, ഭാരം കൂടിയ പതുക്കെ പോകുന്ന വണ്ടികൾ ഏത് ട്രാക്കിൽ പോകണം, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ
നമ്മൾ കാസർഗോഡ് തിരുവനന്തപുരം വരെ വേറെ വണ്ടിയുടെ പുറകെ പോക്കെ പോകേണ്ടി വരും. നമ്മൾ 47 വരുമ്പോൾ തന്നെ നമ്മൾ സ്പീഡ് ട്രാക്കിൽ കെടുക്കുന്നത് ഭാരമേറിയ വാഹനങ്ങളാണ്, തെഴഞ്ഞഴഞ്ഞിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരണയില്ല, അവർക്ക് എപ്പോഴെങ്കിലും ഓവർടേക്ക് ചെയ്യണം എന്നുള്ള ധാരണയില്ല, അതിൽ തന്നെ പിടിച്ചു പോവാണ്. അതെ, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വന്ന ഒരു എക്സ്പ്രസ് വേ ആണ് മുംബൈ പൂനെ. ഇപ്പോഴും അവിടെ 4 ട്രക്ക് ഒരുമിച്ചാണ് പോകുന്നത്. നമുക്ക് പുറകെ നിൽക്കാനല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല, കാരണം ഇവർക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. ആ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ഗണേശൻ്റെ അടുത്ത് പറഞ്ഞുള്ള ശരിയാണ്. നമുക്ക് അതിനെപ്പറ്റി നന്നായിട്ടൊരു അവയർനെസ് കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം, റോഡ് മോശമാകുന്നതിനേക്കാളും. പിന്നെ ഞാനിപ്പോൾ ഇന്നലെ മൂന്നാർ പോയിട്ട് വന്നു. മൂന്നാറിൽ ഈ ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറോടെ വന്നിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉണ്ട്. ഒരു ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ല, ഒന്നുമില്ല. ആ ടൗണിൽ മാത്രം 3-4 പേര് നിൽപ്പുണ്ട്. ഞാൻ വട്ടവടക്കൊക്കെ പോയി, ആ ടോപ്പ് സ്റ്റേഷനും മാട്ടുപ്പെട്ടി ഇവിടെയൊക്കെ ജനങ്ങൾ, ഒരാൾ ചികിത്സ ഇട്ടാൽ മരിച്ചു, ഇന്നലെ പത്രത്തിലുണ്ട് ആ ബ്ലോക്കിൽ. അതിനൊന്നും ഒരു സംവിധാനവും ഇല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം. ഞാൻ 9.5 മണിക്കൂർ എടുത്തു കൊച്ചിയിൽ നിന്ന് മൂന്നാറെത്താൻ, 9.5 മണിക്കൂർ ഈ ബ്ലോക്കിൽ. അപ്പോൾ റോഡ് നന്നായിട്ടും അവിടെ അത്യാവശ്യം നല്ല റോഡുണ്ട്, പക്ഷേ പാർക്കിങ്ങിനെ പറ്റി അറിഞ്ഞുകൂടാ, സൈഡിൽ മുഴുവൻ ബസ്സുകൾ ഇട്ടിരിക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ട്രാഫിക് എഡ്യൂക്കേഷൻ നമുക്കില്ല, ബേസിക് ആയിട്ട് ഒന്നുമില്ല, ട്രാഫിക് എഡ്യൂക്കേഷൻ ഇല്ല. നമ്മൾ ഇപ്പോഴും മറ്റേ ട്രെയിൻ ആളില്ലാത്ത ലെവൽ ക്രോസ് ചെന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് ആദ്യത്തെ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പുള്ളത്. ഇതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിലെ പ്രശ്നം. മുന്നോട്ടുള്ള തലമുറയൊക്കെ നശിച്ചു പോകുള്ളൂ, ഒരു ധാരണയില്ലാതെ, അവയർനെസ് ഇല്ലാതെ. ഇപ്പോഴും റോഡ് കിട്ടുന്നത് ഇത്രയും നമുക്ക് നാഷണൽ ഹൈവേ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ചർച്ചയാവുന്നതും അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ വരുന്നതും യൂ ടേണുകൾ കുറവാണ്. ഒറ്റ ഇതിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററിൽ പോകണം എന്നതിനെ കുറിച്ചാണ് ആകുലതപ്പെടല്. പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നൊരു കാര്യമുണ്ട്, ഓട്ടോ അതുപോലെ ബൈക്ക് 2 വീലർ 3 വീലേഴ്സ് കയറാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് പ്രതിഷേധം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ശരി, എന്താ പറയുക, നമ്മളിപ്പോൾ ഏതൊക്കെ ഡെവലപ്മെന്റ് വന്നാലും കുറച്ച് അനുഭവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പം ഈ ഹൈവേ എന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ റൂളുകളൊക്കെ ഉണ്ട്, ഹൈവേ എങ്ങനെ വേണം, ഹൈവേയിൽ എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ ഇപ്പം ബോംബെ പൂനെയിൽ ഇപ്പോഴും 2 വീലറോ 3 വീലറോ സമ്മതിക്കുന്നില്ല, ജനങ്ങൾ അംഗീകരിച്ചു. കാരണം അതിന് പകരം അവർക്ക് പക്ഷേ നല്ലൊരു സൈഡ് റോഡ് കൊടുക്കണം, അതല്ലാതെ ഇതിൽ കയറുകയും ചെയ്യരുത്. അത് മുഴുവൻ കുണ്ടും കുഴിയായിട്ട് കിടന്നു കഴിഞ്ഞാലാണ് ഈ പ്രതിഷേധം വരുന്നത്. അങ്ങനെ ഒരു നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ ഈ 2 വീലർക്കാർക്കും ഓട്ടോക്കാർക്കും അതുവഴി പോകാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ നാട്ടിലുണ്ടാകുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുണ്ടെങ്കിൽ പ്രതിഷേധത്തിന് വകുപ്പില്ല. പിന്നെ ഇതാണ് ഇൻ്റർനാഷണലി നമ്മൾ എന്താ പറയുക പിന്തുടരേണ്ട ഒരു സംഭവം. 2 വീലറും 3 വീലറും അത്തരത്തിലുള്ള ഹൈവേകളിൽ കയറരുത്, അതാണ് ഇന്റർനാഷണൽ നിയമം. അപ്പം ഈ പറഞ്ഞ പോലെ അതിനൊക്കെ പ്രതിഷേധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒരിക്കലും വികസനം വരില്ല. പണ്ട് ഓർമ്മയുണ്ടോ, പണ്ട് അതായത് ഞാനൊക്കെ മാതൃഭൂമിയിലുള്ള സമയത്ത് ഫസ്റ്റ് എക്സ്പ്രസ് വേ കേരളത്തെ ബന്ധിപ്പിച്ചു വരാൻ വേണ്ടി ഉള്ളതൊക്കെ വന്നപ്പോഴത്തേക്കും മലയാളത്തിലെ പ്രസിദ്ധമായ മാധ്യമങ്ങൾ പോലും കേരളത്തെ 2ആയിട്ട് ഇത് വിഭജിക്കും. ഞാൻ അപ്പുറത്ത് പോയിട്ട് പശുവിനെ കിട്ടുന്നത് എങ്ങനെയാണെന്ന്. പക്ഷെ അതൊക്കെ കാലഘട്ടത്തിന് ആവശ്യമായിട്ട് ഇപ്പം നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചിട്ട് ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു ഹൈവേ വരുന്നത്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വികസനം സംഭവിക്കില്ല. റോട്ടിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന 2 വിഭാഗമാണ്. ഒന്ന് ഓട്ടോക്കാർ, ഇൻഡിക്കേറ്റർ ഇടാതെ എപ്പോൾ വേണമെങ്കിലും തിരിക്കാം എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ, ബസ്സുകാർക്ക് കേൾക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്നവർ എന്നുള്ള വിമർശനം ആശയവാസ്യത്തിലൂടെ വരാറുണ്ട്. ഇതിൽ റോഡിൽ വൈജുവിനെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഏറ്റവും ചലഞ്ച് സൃഷ്ടിച്ചിട്ടുള്ളത് ഏത് വിഭാഗമാണ് ശരിക്കും? ഇത് തന്നെയാണ്. ഞാൻ പൊതുവെ കൊച്ചിയിൽ എനിക്കൊരു കുഞ്ഞു കാറുണ്ട്, ഒരു കോമറ്റ്. ആ കോമറ്റ് ഞാൻ ഓടിക്കുന്നത് എപ്പോഴും ഇവിടെ. ഞാൻ ഈ മഹാരാഷ്ട്രയിൽ പഠിച്ച, അപ്പോൾ മഹാരാഷ്ട്രയിൽ എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിയിലെ ഇടവഴി മുഴുവൻ എനിക്കറിയാം, ബൈക്ക് ഓടിച്ച് ഇടവഴികൾ മുഴുവൻ അന്നത്തെ കാലത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും മെയിൻ റോഡിൽ മാക്സിമം കയറാതെ ഇവിടെ കാർ ഓടിക്കാറുള്ളൂ. കാരണം ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ ബസ്സുകാരായിട്ട് വഴക്കുണ്ടാക്കും ഇഷ്ടം പോലെ. എൻ്റെ ജീവിതത്തിൽ ഒരു 10-15 തവണയെങ്കിലും ഞാൻ കൊച്ചി നഗരത്തിൽ നടുക്ക് വണ്ടി നിർത്തി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തതിന് മുമ്പുള്ള കാലത്ത് പോലും. കാരണം അത്രയ്ക്ക് തോന്നിയാസാണ് നമ്മുടെ ഇവിടുത്തെ ബസ്സുകാരൊക്കെ ചെയ്യുന്നത്. പല കൊലപാതകികളും തന്നെ വിളിക്കാവുന്ന രീതിയിലാണ് ഒരു വിഭാഗം അതിൻ്റെ അകത്ത്. അത്രയ്ക്ക് അവൻ മരിച്ചോട്ടെ എനിക്ക് നേരത്തെ എത്തണം എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുള്ള കാര്യം. എനിക്ക് ആകെ ഈ എന്താ പറയണ്ടേ ദേഷ്യം ഭയങ്കര അടി വരുന്നത് ട്രാഫിക്കുകൾ തെറ്റിക്കുന്നവരെ കാണുമ്പോഴാണ്, ട്രാഫിക് നിയമങ്ങൾ. പക്ഷേ അതിനുവേണ്ടി ഞാൻ പണ്ടൊക്കെ സ്ഥിരമായിട്ട് നിർത്തി വഴക്കൊക്കെ ഉണ്ടാക്കരുത്. ഇപ്പോൾ പിന്നെ എല്ലാവരും ചേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അലിഞ്ഞു പോകുമല്ലോ. ചേട്ടൻ വീഡിയോ കാണുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അലിഞ്ഞു പോകും, മോശമല്ല എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. അത് ഓട്ടോക്കാർ, ഞാനതാ പറഞ്ഞിട്ട് ബേസിക് ട്രാഫിക് കൾച്ചർ ഇല്ലാത്തതുകൊണ്ടേ. ഞാൻ പല വീഡിയോയും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത് തായ്ലൻഡിലാണ്. പോകുന്ന വഴിക്ക് എനിക്കൊരു സ്റ്റോപ്പ് ഓവർ ശ്രീലങ്കയിലുണ്ടായിരുന്നു. ആദ്യം ഞാൻ കാലുകുത്തിയ ഒരു രാജ്യം വിദേശ രാജ്യമാണ്. ഞാൻ അന്ന് അവിടെ ഞെട്ടിപ്പോയ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കണ്ടില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ, ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടി നിർത്തുന്നു. അപ്പം ഞാൻ ഇവരെന്തെങ്കിലും വണ്ടി നിർത്തുന്നത്, ആൾക്കാർ സൈഡിൽ നിന്നാൽ എപ്പോൾ തന്നെ വണ്ടി നിർത്തുന്നു. അത് ശ്രീലങ്ക പോലെ വളരെ ചെറിയൊരു, നമ്മുടെ ഒന്നും നാലിലൊന്നും വികസനം ഇല്ലാതെ. അപ്പം ഞാൻ അതിനെപ്പറ്റി അത് അത്ഭുതത്തോട് കാണുകയും അന്ന് തൊട്ട് ഇന്ന് വരെ 10-20 വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം അതാണ്. ആൾക്കാർ ക്രോസ് ചെയ്യാൻ വരുന്നു, അപ്പം തന്നെ ഞാൻ വണ്ടി നിർത്തും.
അത് ഞാനത് എൻ്റെ മനസ്സിലേക്ക് അത് കൊണ്ടുവന്നു, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഹൈവേയിൽ നിന്ന് പോക്കറ്റ് റോഡ് വരുമ്പോൾ നമുക്ക് ഡിമെംബ്രൈറ്റിന് പറ്റില്ല, നീ ധൃതി ഉണ്ടെന്നുള്ള അർത്ഥം കൊണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന സമയമാണ്. അവിടെ അടിക്കും ഇവിടുന്ന് ഇല്ല, നീ അവിടെ നിൽക്കുന്ന ഇതിലേക്ക് അടിച്ചോണ്ടിരിക്കും. പുതിയ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന സാധനം ഇങ്ങനെ സാധനമുണ്ട്. അതെ, ഞാനൊന്ന് കേൾപ്പോട്ടെ, അത് ഇങ്ങനെ വരും, പിന്നെ അത് സമ്മതിച്ചെന്നില്ലെങ്കിൽ വിരൽ മാറും. അത് അങ്ങനെ നമ്മളായിട്ട് തന്നെ നിയമം ഉണ്ടാക്കി നമ്മളായിട്ട് തന്നെ ജീവിക്കുകയാണ് റോഡിന്റെ, അറ്റ്ലീസ്റ്റ് റോഡിന്റെ കാര്യത്തിലെങ്കിലും. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ MVD ഒക്കെ കുറ്റം പറയുമെങ്കിലും ഒരു പരിധി വരെ അവർ സ്ട്രിക്റ്റ് ആണ്. കേരളത്തിൽ ഒരു പരിധി വരെ നമ്മൾ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് കൾച്ചർ ഉള്ളത് സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ UP യിലോ ഡൽഹിയിലോ ഒക്കെ ഉള്ള പോയി കഴിഞ്ഞാൽ നമ്മൾ പൊളിഞ്ഞ് നശിച്ച് ഒരു തരത്തിൽ ഓടിക്കാൻ പറ്റാത്ത വണ്ടികളൊക്കെ റോഡിൽ കൂടെ പോകുന്ന കാണും. എല്ലാവരുടെയും ജീവന ഭീഷണി. ബംഗ്ലാദേശിലൊക്കെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റുമ്പോൾ ഈ ഒരച്ചൊക്കെ കൊണ്ടുപോകുന്ന സംഭവം ഉരയ്ക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ വണ്ടികളൊക്കെ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഒരു ഭംഗി. വണ്ടി ഇപ്പം റഷ്യക്കാർ, നമ്മൾ റഷ്യ കൂടെ ഒരിക്കൽ ഓടിച്ചു പോകുമ്പം നമ്മളെ വണ്ടി കൈ കാണിച്ച് നിർത്തിയിട്ട്, നമ്മൾ ഇവിടുന്ന് ഓടിച്ചു പോയത് കൊച്ചിയിൽ നിന്ന് രണ്ടും പോയി ഓടിക്കാം, നമ്മളെ കൈ കാണിച്ച് നിർത്തിയിട്ട് പോലീസ് വന്നിട്ട് റഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ പറയാം, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, വണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവുന്നത്. അവസാനം ഒരു ഫൈൻ അടിക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും റഷ്യൻ ഭാഷ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നു, ഇത് നിങ്ങൾ വണ്ടി കഴുകിയിട്ടില്ല. നമ്മളിപ്പം നമ്മൾ തലേ ദിവസം നല്ല മഴയിലാണ് സമാര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓടിച്ചു പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല, വെളുപ്പിനെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുക. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ പുള്ളി ഇവർക്ക് പറഞ്ഞു കൊടുത്തു പോലീസിന്, ഇവരിങ്ങനെയാണ്, ഇവർ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു വരിക, ഇവർക്ക് കഴുകാൻ പറ്റേണ്ടപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മറ്റേ ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. റോഡിൽ വെച്ച് തന്നെ ഞങ്ങളെ കൊണ്ട് ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്യിച്ചു, കാരണം അത് കൃത്യമായിരിക്കണം സിഗ്നൽ കാണാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു നാളെ നിങ്ങളിത് കൃത്യമായിട്ട് കഴുകിയിരിക്കണം എന്നും പറഞ്ഞ് ഞങ്ങളെ വിട്ടത്. അവരതിന് കാര്യം പറയുന്നത് രാജ്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്ന വാഹനങ്ങളുടെ ഭംഗിയും കൂടിയാണ്. നമ്മൾ ചെളി പിടിച്ച വണ്ടിയായിട്ട് അവരുടെ റോഡിൽ പോയി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ തന്നെ ഭംഗി പോയി എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന എത്ര വണ്ടികൾ ഡൽഹിയിലും UP യിലും ബീഹാറിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ നശിച്ചൊരു വണ്ടി ഇറങ്ങാൻ MVD സമ്മതിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും കേരളത്തിലെ MVD കൂടെയുണ്ട്. പിന്നെ നിയമങ്ങൾ തന്നെയാണ് അവർ നടപ്പാക്കുന്നത്, കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നുള്ളതുകൊണ്ട് നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ള ഏതൊരു പൗരൻ്റെയും ഒരു. പക്ഷേ ഈ ബസ്സുകാരെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു ഇരട്ടത്താപ്പ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സിന് കിട്ടുന്ന ഒരു വിമർശനം KSRT ഡ്രൈവേഴ്സിനോ അല്ലെങ്കിൽ KSRT ബസ്സിനോ കിട്ടില്ല, ഇവ എന്തോ കാരണവർക്ക് അടുപ്പിലും ആവാമെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ, പ്രവണതയുണ്ടോ? അത് ആ രണ്ട് വാഹനങ്ങളുടെ എണ്ണത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് ബസ്സുകൾ, അപ്പോൾ ഞാനൊക്കെ ട്രാൻസ്പോർട്ട് ബസ് കയറി വർഷങ്ങളായി, പക്ഷേ പ്രൈവറ്റ് ബസ്സിൽ ഞാൻ ഇപ്പോഴും കയറി, കാരണം നമ്മൾ എങ്ങോട്ടും പോകാൻ എപ്പോഴും അവൈലബിൾ ആണെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് അതിന്റെ എണ്ണം കുറവായതുകൊണ്ട് വിമർശനങ്ങൾ കുറയുന്നുള്ളൂ. പക്ഷെ അതിൽ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന എല്ലാവരും KSRTC ഡ്രൈവേഴ്സിനെ കുറ്റം പറയുന്നുണ്ട്, അത് യാതൊരു സംശയമില്ല. കാരണം ഇതിനൊന്നും നിങ്ങളൊരാൾ ഇടിപ്പിച്ച് വന്നാൽ നിങ്ങൾ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നില്ലല്ലോ വണ്ടി ഇടിപ്പിച്ച് വന്നാൽ. അല്ലെ പിന്നെ വണ്ടി ഇടിച്ച് മരിച്ചയാളുടെ വീട്ടുകാർ ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു മോട്ടീവ് ഉണ്ടെന്നും പറഞ്ഞ് കേസ് കൊടുത്താൽ അന്വേഷണം നടക്കും. അല്ലെങ്കിൽ ഇതൊരു വെറും ആക്സിഡന്റ് നമുക്ക് ഒരു തരത്തിലുള്ള ഇതുമില്ല, ജയിൽവാസമോ ഒന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ കൊല്ലാൻ മടിയില്ലാത്തവനാണെങ്കിൽ എങ്ങനെ ചവിട്ടി പിടിച്ച് വണ്ടി ഓടിക്കാം നമ്മുടെ നാട്ടിൽ, ഒരു പ്രശ്നമില്ല ഉണ്ട്. ഈ അടുത്ത് ഇപ്പൊ കാണുന്ന സംഭവമാണ് KSRTCയിൽ തന്നെ നമ്മൾ പോകുമ്പോൾ അത് ട്രിപ്പ് പോലെ പോകുന്ന കുറേ ഇതുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ടൂറിസ്റ്റ് ബസ്സുകൾ പോലെ തന്നെ പാട്ട് വെക്കുന്നു, എൻജോയ് ചെയ്യുന്നു ഉള്ള പരിപാടികൾ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ബസ് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൽ കുറേ കൂടിയും സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ടൂറിസം എന്ത് കൊണ്ടുവരണം എന്നാണ് തോന്നുന്നത്? ടൂറിസത്തിനടുത്ത് ഒത്തിരി മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞ വേറൊരു ഉദാഹരണമാണ്. ഞാൻ എത്രയോ ഫോറിനേഴ്സാണെന്നറിയാം നമ്മളവിടെ ആ മൂന്നാറിലെ പൊടിയിൽ ഇറങ്ങി നടക്കുക, വണ്ടി ഒന്നും പോകാതെ, വണ്ടി ഫുൾ സ്റ്റാൻഡ് സ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത്. കാരണം നമ്മൾ ഓരോ രാജ്യത്തൊക്കെ ചെന്നിട്ട് നമുക്ക് ഒരു ഒട്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നുന്ന ചില രാജ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പോയാൽ മതി എന്ന് തോന്നും. ഇവരുടെ കാര്യത്തിൽ അതൊക്കെ എത്രയും മനോഹരമായ മൂന്നാർ ചെന്നാലും നമുക്ക് തോന്നും ഇത് എങ്ങനെ ഇതിന് രക്ഷപ്പെട്ടു പോകും, ഇതിന് എങ്ങനെ വെളിപ്പാന്ന് പെട്ടുപോയി. അപ്പോൾ ആ കൂടെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ജയമിലാദികൾ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ജയൻ ഈ ഇപ്പം പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു. ഇവിടെ മുഴുവൻ ഇപ്പം മറ്റേ ബസ്സുകളുടെ നിറമൊക്കെ മാറ്റിയല്ലോ. ജയം പറയും എല്ലാം വിധവകളായിരുന്നു. ശരിയാ, ബസ്സുകളെല്ലാം വിധവകൾ, എല്ലാം വൈറ്റ് വെള്ളം എടുത്തിട്ട് പോവാണ്. അതെ, അതിലൊക്കെ എത്രത്തോളം കാര്യമുണ്ടെന്ന് അറിഞ്ഞൂടാ. പോലും ഈ പറഞ്ഞ പക്ഷേ ഈ വാഹനം ഇടിക്കുമ്പോൾ അപകടം ഉണ്ടാവുന്നു. ഉടനടിക്ക് എല്ലാവരും വെള്ളം ഇടിപ്പിച്ചു. പെട്ടെന്നാളത്തെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? വണ്ടി ഇടിക്കുന്ന വണ്ടിയുടെ കളർ മാറ്റുന്നു സംഭവം. ഇപ്പം ഹോണുകൾ, സൗണ്ട് ഹോണുകളോ അല്ലെങ്കിൽ അമിതമായിട്ട് വരുന്ന ലൈറ്റുകളോ എന്നുള്ള മാറ്റം വന്നേക്കാം ഇപ്പം നൈറ്റ് വരുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ. പക്ഷേ ഈ വണ്ടിയുടെ കളർ മാറ്റുന്നതിൽ എൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളിപ്പം യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ബസ്സുകൾക്ക് എല്ലാം വൈറ്റാണ്. ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ ടൂറിസ്റ്റ് ബസ്സുകൾ എല്ലാം വൈറ്റാണ്, ഫുൾ വൈറ്റാണ്. ഈ വൈറ്റിൻ്റെ ഒരു ഭംഗിയൊക്കെ ആയിരിക്കാം ഇത്. ഒരുപക്ഷെ ഇത് നടപ്പിലാക്കിയ ആൾ വിദേശത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കൊള്ളാം, വൈറ്റ് വണ്ടികൾ ഓടുന്നതിൻ്റെ ഒരു ഭംഗിയും രസമൊക്കെ ഉണ്ടല്ലോ എന്നായിരിക്കാം വിചാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധ പോകുന്നുള്ളൊരു സത്യമല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഫുൾ ഗ്രാഫിറ്റി പോലെ ചെയ്തൊരു ബസ് നമ്മുടെ സൈഡിൽ കൂടെ പോകണം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുക എന്തൊക്കെയാണ്. ഇപ്പോൾ രജനീകാന്തിൻ്റെ തലയും
തല അജിത്തിന്റെ തലയൊക്കെ കാണും, നമ്മളൊന്നും നോക്കില്ലേ, അതൊരു ശ്രദ്ധ തിരിയുന്ന ഒരു സംഭവമുണ്ട്. അത് വേണമെങ്കിൽ അപകടം ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞ ഹോർഡിങ്സ് ഒക്കെ എല്ലാം ഉണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും പക്ഷെ എനിക്കിഷ്ടം വൈറ്റ് വണ്ടികളാണ്, നമ്മുടെ റോഡിന് ചേരുന്ന വൈറ്റ് വണ്ടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇന്റർനാഷണൽ ഒരു രീതിയും അത് തന്നെയാണ്. നമ്മളെവിടെ പോയാലും വൈറ്റ് വണ്ടികളാണ് പൊതുവെ കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ തായ്ലൻഡ്, പാകിസ്ഥാൻ അങ്ങനെയുള്ള ഓരോ രാജ്യങ്ങൾ ഇവർ ഫുൾ ഗ്രാഫിറ്റി വെച്ചിട്ടുള്ള ബസ്സുകൾ, അത് വേറെ രസമുണ്ട്. അതൊരു ടൂറിസ്റ്റിക് ഒരു ആംഗിളിൽ കുറച്ച് രസമുണ്ട്. പക്ഷേ വൈറ്റ് മോശമല്ല, എങ്കിലും ഇതിൽ വലിയ അർത്ഥം എന്നുള്ള കാര്യങ്ങളല്ല അത്തരം കാര്യങ്ങൾ എന്നുള്ള സത്യമാണ്. എങ്കിൽ നമ്മുടെ ഒരു നാൾ മുതൽ സിനിമ പോലെ ഒരു ദിവസം പിടിച്ചിട്ട് ഗതാഗത വകുപ്പ് മന്ത്രിയാക്കി മാറ്റി എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും? അല്ല, ഞാൻ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ട്രാഫിക് ബോധവൽക്കരണം എന്ന് പറയുന്ന സാധനം ചെയ്യുക, സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നമ്മുടെ കുട്ടികളെ തൊട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. ഇപ്പം ഞാനെന്നല്ല, അത്യാവശ്യം നമ്മൾ യാത്രയൊക്കെ ചെയ്ത് പരിചയമുള്ള ആരും അതായിരിക്കും ആദ്യം പറയുന്നത്. അത് തീർച്ചയായിട്ടും അതാണ് ഫസ്റ്റ് വേണ്ടത്. അത് പിന്നെ എത്രയോ വർഷം കൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ഫലം കിട്ടുന്നതെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും പഠിപ്പിക്കണ്ടേ? അതെ, ഇപ്പോഴെങ്കിലും പഠിപ്പിച്ചെങ്കിൽ അന്ന് ഇത് ഇപ്പോൾ നമ്മൾ കതിരിക്കൊണ്ടേ വളം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫൈനൊക്കെ അടിച്ച് തന്നെ നിയമം അടിച്ച് വെപ്പിക്കുക, എന്നിട്ട് റോഡ് സുരക്ഷിതമാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ, അതിലേക്ക് ഇപ്പോൾ കുറേ മാറ്റം വരുന്നുണ്ടോ? ഈ കൊച്ചി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഇത്രയും വിദേശ രാജ്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്ന ഒരു സിറ്റിയിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ എല്ലാം ഒന്ന് ഭംഗിയാക്കി ഇടുന്നതല്ല, അതിന് വലിയ ചിലവുള്ള കാര്യമല്ല. ഞാനിത് പറയാൻ കാര്യം പറ്റുന്നതല്ല. നമ്മളിപ്പം വളരെ പാവപ്പെട്ട എന്നുവെച്ചാൽ നമ്മളോട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്ത രാജ്യങ്ങളിൽ പോയാൽ പോലും അവരുടെ രാജ്യം ഭംഗിയായിട്ട് വെക്കുന്ന കാര്യത്തിൽ അവർ വളരെ ഇതാണ്. ഇപ്പം നമ്മൾ ക്യൂബയിൽ പോയപ്പോഴത്തേക്കും ഇപ്പോഴാണ് അവിടുത്തെ സർക്കാരിനെതിരെ അവർ റോഡിലൊക്കെ മാലിന്യം ഇടാൻ തുടങ്ങി, അവരുടെ പ്രതിഷേധം പോലെ. പക്ഷെ അതൊക്കെ ഒരു 5 കൊല്ലമാണെന്ന് അവർ പറയുന്നത്. അതിന് മുമ്പ് വളരെ ഭംഗിയായിട്ട് വെക്കുന്നത്, ദാരിദ്ര്യത്തിന് അങ്ങേയറ്റം അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങൾ പോലും ഭംഗിയായിട്ട് വെക്കുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്യൂബ ആയാലും ഇപ്പം വളരെ മോശം നമ്മൾ വരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന വണ്ടി നിർത്തി കൊടുക്കും. അതൊരു പരസ്പര ബഹുമാനത്തിന്റെ ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്, ഇല്ലേ? അതുകൊണ്ട് നമ്മളിപ്പം ക്രോസ് ചെയ്യുമ്പോൾ ഹോൺ അടിച്ച് നീ ക്രോസ് ചെയ്യരുത് എന്നുള്ള മട്ടിലാണ് പലരും പോകുന്നത്. അവനവന്റെ സമയത്തിനാണ് കുറേ വില കൊടുക്കാറ്, പരിഗണിക്കുക എന്നുള്ള സംഭവം. ഇവിടെ മൊത്തം മത്സരമാണ്, എല്ലാവരും തമ്മിൽ പരസ്പരം. ഇനി ഒരു ആവശ്യമില്ലെങ്കിൽ പോലും ഈഗോ കയറി കൊടുത്തു പോയിട്ട് പോയാൽ മതി. അതാണ് എന്നാത്താൻ കേസ് കൊടുക്കും. അതെ, കറക്റ്റാ. നീ കേസ് കൊടുക്കും, ബാക്കി ഞാൻ നോക്കണം എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാറിയിട്ടുണ്ട്. കുറേ പേരോട് ചോദ്യങ്ങൾ ചോദിച്ചുള്ള ആളാണ്. ഒരിക്കൽ അവിടെ ചോദ്യകർത്ത അവിടെ ഇരിക്കുന്ന സമയത്താണ് മുമ്പിൽ 2 പേര് ഇരിക്കുകയാണ്. ഒന്ന് നമ്മൾ അങ്ങേയറ്റം വണ്ടിപ്രാന്തരെ നിശേഷിപ്പിക്കുന്ന മമ്മൂക്കയും, ഇപ്പുറത്ത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. 2 പേരോട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കും? അല്ല, മമ്മൂടെ കാര്യത്തിൽ ചോദിക്കാൻ അടുത്ത വണ്ടി അതൊന്നും തന്നെയാണ്. അല്ലാതെ തന്നെ മമ്മൂക്ക അത് തന്നെയാണ്, മമ്മൂക്കയുടെ മനസ്സിൽ വണ്ടി കാണും അടുത്തത്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് മമ്മൂക്കയോട് ചോദിക്കേണ്ട ചോദ്യം. ഗണേശേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചത് പുള്ളി കേൾക്കുകയും അത് കൃത്യമായി പ്രതികരിക്കുകയും ചെയ്തു. അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം. അതായത് നമ്മുടെ ഇപ്പം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കുറേ വണ്ടികളുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ വണ്ടിയുടെ ഒരു മുട്ടസൂചി പോലും ഇവിടെ ഉണ്ടാക്കുന്നില്ലെങ്കിലും പണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടർ, ഇന്ത്യയിലെ ആദ്യത്തെ MPV, ഇന്ത്യയിലെ ആദ്യത്തെ ബൈക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ കാറ്, ഇതെല്ലാം കേരളത്തിലാണ് ഉണ്ടാക്കിയത്. അതെല്ലാം ഇപ്പോഴും അതിൻ്റെ ഉടമസ്ഥരുടെ വീടുകളിൽ നാശോന്മുഖമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി എല്ലാം വീഡിയോ ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഗണേഷ് കുമാർ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്തു. അന്ന് തന്നെ പുള്ളി കേട്ടു, എന്നെ വിളിക്കുകയും ചെയ്തു. വിളിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ ആ വണ്ടികളെല്ലാം വെച്ചൊരു കാർ മ്യൂസിയം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അത് ഗവൺമെൻറ് സർക്കാർ തന്നെ ഏറ്റെടുത്ത് റീസ്റ്റോർ ചെയ്ത് കേരളത്തിൻ്റെ ഒരു കാർ പൈതൃകം കാണിക്കുന്ന ഒരു മ്യൂസിയം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ എന്നെയും എൻ്റെ KSRTC MDയും കൂടി അവർ കണക്ട് ചെയ്ത് തന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അങ്ങനെ വളരെ കുറച്ച് മന്ത്രിമാരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അദ്ദേഹം അത് കേട്ടു. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാം. അതിപ്പം അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പ്ലാനുകളെ പറ്റി ചോദിക്കാം ഗണേശനോട്. പിന്നെ ഞാൻ ഈ പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ട്രാഫിക് കൾച്ചർ, നമ്മൾ ഈ വണ്ടികളുടെ കാര്യത്തിൽ മാത്രം ഫൈൻ അടിച്ചുകൊണ്ടിരിക്കാതെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്നുള്ള കാര്യം എപ്പോഴും ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രിയായിട്ട് തന്നെ ഇരിക്കട്ടെ, ഒരു കൗതുകത്തിന് വലിയ ചോദിക്കുക. നമ്മൾ പോലീസുകാരുടെ കാര്യത്തിലാണെങ്കിൽ പണ്ട് ജീപ്പിൽ നിന്ന് ബൊലോറയിലേക്ക് കണ്ടു, മന്ത്രിമാരുടെ വാഹനത്തിലാണ് അംബാസഡറിൽ നിന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കിയ കാർണിവലിലൂടെ വരെ എത്തി നിൽക്കുന്നു. ഈ 2 വിഭാഗത്തിനെ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബൈജയൻ നായർ ഗതാഗത വകുപ്പ് മന്ത്രി ആയാലും എന്ത് ചെയ്യും? അല്ല, നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ളതിലേക്ക് അദ്ദേഹം നല്ല വണ്ടി സഞ്ചരിക്കട്ടെ, അതിലൊന്നും ഒരു തെറ്റുമില്ല, അതൊന്നും മോശം പറയാനുമില്ല. കാർണിവലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം ടൊയോട്ട വെൽഫെയറോ അദ്ദേഹത്തിന് നമ്മൾ നാട്ടുകാരെ തന്നെ വാങ്ങിച്ച് കൊടുക്കുന്ന തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനുള്ള ഇത്രയധികം സഞ്ചരിക്കുന്നു പ്രായമുള്ള, എപ്പോഴും ഇദ്ദേഹം നല്ല ആരായാലും മുഖ്യമന്ത്രി കുറച്ച് പ്രായമുള്ളവരായിരിക്കും, നന്നായിട്ട് സഞ്ചരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് തെറ്റൊന്നുമില്ല.
പിന്നെ പോലീസുകാരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഏതൊരു വണ്ടി പോലീസുകാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഗംഭീര ഒരു വണ്ടി സജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. കാരണം ഈ പോലീസ് ജീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേരെ ഓടിക്കുന്ന ഒരു ദിവസം. SI ഓടിക്കും, പോലീസുകാർ ഓടിക്കും, പിന്നെ ഒറിജിനൽ ഡ്രൈവർ ഓടിക്കും. ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്തതുകൊണ്ടാണ് ഇവർ ഈ ഒരു അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും ഈ മഹീന്ദ്രയുടെ ഒക്കെ വണ്ടികൾ കൊണ്ട് നടക്കുന്നത്. കുറച്ച് പ്രിമിറ്റീവ് സാധനങ്ങളാണ് എങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് AC ബൊലേറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻ്റനൻസ് കോസ്റ്റും അത്തരം പല കാര്യങ്ങളും സ്പെയർ പാർട്സ് കോസ്റ്റും ഒക്കെ കണക്കിലെടുത്തായിരിക്കാം. അപ്പം നമ്മളിപ്പം ദുബായ് പോലീസ് ഇപ്പോൾ ലംബോർഗിനി ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെ ചുമ്മാ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പറയാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് കാലി കഥനവുമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളോട്ടുള്ള അല്ലേ കുറേയും കൂടിയും അത് കയറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടക്കാലത്ത് ഇത് ഭയങ്കരമായിട്ട് പേടിയുണ്ട്. മലയാളികളുടെ ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള സമീപനവും പേടി മാറിയും തോന്നുന്നുണ്ടോ? അതോ ഇനി മാറ്റം വരാനുണ്ടോ? അല്ല, ഞാനൊക്കെ അത് മാറ്റിയെടുക്കുന്നതിൽ കുറേ പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ നമ്മളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെന്താ വാങ്ങിക്കാത്തതെന്നുള്ള ചോദ്യമാണ് ആദ്യം അവിടെ. അത് ഇപ്പം എന്നെപ്പോലുള്ളവർ പിന്നെ 2 മാരുതി എന്തുകൊണ്ട് ഇലക്ട്രിക് വാഹനം കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം സാധാരണക്കാരുടെ മനസ്സിലുണ്ട്. ഇത് ഇത്ര ഗംഭീര സാധനമാണെങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ട മാരുതി ഇല്ലെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ 2 ചോദ്യത്തിന് ഉത്തരമായി. ഇപ്പം ഞാൻ ഒരു കോമറ്റ് എടുത്തിട്ടുണ്ട്. ആ കോമറ്റ് ഞാൻ എടുത്തോടുകൂടി പലരും എന്നെ കാണുമ്പോൾ ചേട്ടാ ഓക്കെ അല്ലേ വണ്ടി EV ഓക്കെയാണ് എന്ന് പറഞ്ഞ് എടുക്കുന്ന ധാരാളം പേരുണ്ട്. പിന്നെ മാരുതിയുടെ ആദ്യത്തെ EV വരികയും ചെയ്തു, ഈ വിറ്റാര. ഇത് രണ്ടുമൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ഭാവിയെന്ന് തോന്നുന്നു. പിന്നെ ഇതിനൊരു ഭയങ്കര രസമായി സാധനം ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലായി. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കോമറ്റിലാണ്. കാരണം ഭയങ്കര സൈലൻ്റ് ആണ്, ഭയങ്കര സ്മൂത്താണ്, ഇത്തരം ചില ഗുണങ്ങളുണ്ട്. ദോഷമെന്ന് പറയുന്നത് ഈ റേഞ്ച് ആങ്സൈറ്റി, ബാറ്ററിയുടെ ലൈഫ് ഇതൊക്കെയാണ്. പക്ഷെ നമ്മളിതൊന്നും ചിന്തിക്കില്ല. ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാറ്ററി ലൈഫ് കുറഞ്ഞാലും കുഴപ്പമില്ല, ആ സ്മൂത്ത്നെസ്സും പിന്നെ അതിൻ്റെ ഒരു എക്കണോമിക്കൽ ഒരു സംഭവം. യാതൊരു ചിലവുമില്ല. വീട്ടിൽ സോളാർ പാനലൂടെ വെച്ചാൽ ഒരു ചിലവുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിതിലേക്ക് വന്നേ വരും. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിരുന്നത് ഒന്ന് റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നല്ല റേഞ്ചുള്ള വണ്ടികൾ വന്നു. 2 ബാറ്ററി ലൈഫിൻ്റെ പേടി ഉണ്ടായിരുന്നു. ഇപ്പം ലൈഫ് ടൈം വാറണ്ടിയുള്ള ബാറ്ററി വന്നു. ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ എല്ലാ എന്താ പറയുക പ്രശ്നങ്ങൾ ചോദ്യങ്ങളൊക്കെ അവസാനിച്ച് തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇടയ്ക്ക് കോമന്റിന്റെ മറ്റേ റീലിൽ വന്നിട്ടായിരുന്നു മോൻ ഓട്ടോ ഓടിക്കുകയാണോ ചോദിച്ചിട്ട് വീഡിയോ കണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ തന്നെ ഞാനൊരിക്കൽ ഒരു വെള്ളക്കെട്ടിൻ്റെ ഒരു അമ്മമ്മ നിൽക്കുന്നു. ഞാനപ്പോൾ അവരെ കയറ്റിക്കൊണ്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ നിർത്തി. അവിടെ പോകണം, എനിക്ക് അവിടെ ആ കടയിൽ പോകണം. ഞാൻ കയറിക്കോളാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി. അവരെ കൊണ്ട് അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ വണ്ടി തിരിച്ച് പോകുന്ന കഴിയുമ്പോൾ അവരുടെ കുഞ്ഞു ബാഗ് ഇതിലിരിപ്പുണ്ട് കോമറ്റിൽ. അപ്പം ഞാനെന്താ തിരിച്ചു കൊടുക്കാന്ന് ഇത് തിരിച്ചു തന്നിട്ട് ഞാൻ കട കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് ആൾ നിൽപ്പുണ്ട്. അപ്പം ഞാനിത് കൊണ്ടുപോയി പുള്ളിക്കാരി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് വണ്ടി വെച്ച് മറന്നു പോയതാ. പുള്ളിക്കാരി നോക്കിയിട്ട് ഈ ഓട്ടോയിൽ തന്നെ അല്ലേ ഇങ്ങോട്ട് വിട്ടതെന്ന്. നൽവരെ കളിക്കാൻ പോയതാ. പക്ഷെ എന്തൊക്കെ കളിയാക്കിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു കുഞ്ഞു സ്ഥലത്ത് പുള്ളി പറഞ്ഞു സാറേ കാറിടാൻ സ്ഥലമില്ല. ഞാൻ ഓട്ടോ ഇടാൻ സ്ഥലമുണ്ട്, അതവിടെ ഇടും അന്നേ ആയിട്ടോളാന്ന് പറഞ്ഞാൽ ഹാപ്പി. നമുക്ക് സ്ഥലവും കറക്റ്റ് ആണ് അതിലേക്ക്. പിന്നെ അതിന്റെ ടേണിംഗ് റേഡിയസ് ഇങ്ങനെ വളയ്ക്കാമല്ലോ. അതെ, അതാണ് നമുക്ക് ടൗണിൽ യൂറ്റേൺ ഇതൊന്നും ഒരു വിഷയമല്ല. എന്ത് തോന്നുന്നു ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റ് വെഹിക്കിളായിട്ട് എടുക്കണോ അല്ലെങ്കിൽ നമുക്കൊരു മെയിൻ വെഹിക്കിളുണ്ട് നമ്മുടെ ഒരു ലോക്കൽ ഓട്ടങ്ങൾക്കായിട്ട് എടുക്കണോ? ഏത് കുറച്ചുകൂടെ അഭിപ്രായം? നമുക്കിപ്പോൾ 550 കിലോമീറ്റർ വരെ ഓടുന്ന വണ്ടികൾ വന്നു കഴിഞ്ഞു. അതെ, ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസും ഉണ്ട്. അപ്പം നമ്മളൊരു പ്ലാനിങ് ഇതിന് വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് മംഗലാപുരത്തേക്ക് ഓടിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങി പോകാൻ പറ്റിയല്ലോ. നമ്മളിപ്പോൾ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എവിടേക്ക് ചാർജ് ചെയ്യണം എന്നൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടി ആകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മുമ്പൊക്കെ സെക്കൻഡ് വണ്ടി എന്നുള്ളതായിരുന്നു. അതെ, ചിന്ത അങ്ങനെയായിരുന്നു. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അതുപോലെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഇതിൻ്റെ ഒരു പേടി മാറും. നമ്മൾ ആദ്യം ബെൻസിൻ്റെ ആദ്യം GLA എടുത്തിട്ട് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ കോമറ്റൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം വരും ഇതിങ്ങനെയാണ് സംഭവം, മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് വേണം പോകാമെന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു പെട്രോൾ ഹെഡ് ഉണ്ടാവും, ശബ്ദമൊക്കെ ഉള്ളൊരു വണ്ടി കൊണ്ട് ഇരിക്കട്ടെ എന്ന് തോന്നിയാൽ സെക്കൻഡ് വണ്ടിയുടെ തീർച്ചയായിട്ടും ഉപയോഗിക്കും. അതിപ്പോൾ ഇടക്കാലത്ത് നിന്ന് ഇപ്പോൾ ഓട്ടോമാറ്റിക് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനുവലിന്റെ അതാ മാറ്റണ സുഖം കിട്ടില്ല എന്നുള്ളത്. അതിപ്പോൾ ഇന്നലെ കിടന്ന് തുടങ്ങി പറഞ്ഞു. ഇന്നലെ എൻ്റെ അടുത്ത ഒരാൾ പറഞ്ഞു അംബാസഡർ എന്ത് അത്ര സുഖമുള്ള വണ്ടിയില്ല. അപ്പൊ എന്റെ കൂടെ ജയന്ദ്ര ദേശി പറഞ്ഞു അത് വേറെ വണ്ടി കേട്ടിട്ടില്ല. അതെ, പണ്ട് സ്ഥിരം പറഞ്ഞൊരു സംഭവമാണ് ഏതൊക്കെ വണ്ടി പോയാലും അംബാസഡർ. അതേപോലെ പറഞ്ഞായിരുന്നു ഓട്ടോമാറ്റിക് വന്ന സമയത്ത് മാനുവലിന്റെ അത് മാറ്റങ്ങൾ ചവിട്ടും കിട്ടുന്ന ഒരു സുഖം കിട്ടില്ല. ഇതിൽ വന്നപ്പോ വന്ന മെയിൻ സാധനം വണ്ടി പോണതിൻ്റെ ഇത് നമ്മൾ പോകുന്ന അറിയുന്നില്ല, നമ്മുടെ വരവ് അറിയുന്നില്ല, ഇത് എടുത്തങ്ങ് പോവാം, സൗണ്ട് കൂടെ വേണമെന്നല്ല. അപ്പൊ ഇത് അനാവശ്യമായിട്ട് എത്തുന്ന കണ്ടെത്തുന്ന കാരണങ്ങളല്ലേ ശരി. ഞാനിപ്പോൾ ആസിഫിലെ ഇന്റർവ്യൂ ആസിഫ് പറയുന്നുണ്ട്. ആസിഫിന്റെ അപ്പാർട്ട്മെന്റിൽ എല്ലാ ആസിഫിന്റെ ക്ലോസ് ഫ്രണ്ട്സ് കുറെ പേർക്ക് ലംബോർഗിനി, ഫെരാരി എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഒരാളുടെ കയ്യിൽ മറ്റേ BYDയുടെ B6 എന്ന് പറയുന്ന EV ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു കുടുക്കകത്താണ് കീ ഇട്ടിട്ട് വീട്ടിലേക്ക് അപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്നത്. രാവിലെ ആർക്ക് വേണമെങ്കിലും ഏത് വണ്ടി എടുത്തു പോകാം, ഇന്ന വണ്ടി ഇതൊന്നും അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ലംബോർഗിനി വേണം അത് എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി എവിടെയെന്ന് ഈ BYDയുടെ
അത് ആദ്യം ആൾക്കാർ വന്ന് ഇറങ്ങി എടുത്തോണ്ട് പോകും. കാരണം അത്രയ്ക്ക് സ്മൂത്തും അത്രയ്ക്ക് എന്താ എക്കണോമിക്കലും ഒക്കെ ആയതുകൊണ്ട് അതെടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ അന്ന് ആസിഫ് അത് പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കാണ് നമ്മളിപ്പോൾ ഞാനത് പറഞ്ഞു, സെക്കൻഡ് വണ്ടിയായിട്ട് ഒരു വണ്ടി EV വാങ്ങിച്ചാലും പതുക്കെ പതുക്കെ നമ്മുടെ ഫസ്റ്റ് വണ്ടി ആകും. അതെ, അത്രയ്ക്ക് അതിൻ്റെ ഗുണങ്ങൾ അതുപോലെയൊക്കെ ഉണ്ട്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇവിടെ ഡൽഹിയിലെ പോലെ ഒരു ഡീസൽ നിരോധിത സ്ഥലമായിട്ട് സംസ്ഥാനത്ത് മാറാൻ സാധ്യതയുണ്ടോ? അത് വളരെ കുറവാണ്. നമ്മളൊക്കെ 4 ടയർ സിറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ കൊച്ചിയൊക്കെ ഇന്ത്യയിലെ മറ്റ് സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കൊന്നും വരാനുള്ള സാധ്യത. അങ്ങനെ ഒരു പ്രതിസന്ധിയിലോട്ട് വരാൻ സാധ്യത കുറവാണ്. ഈ വണ്ടികളെ കുറിച്ച് സംസാരിച്ചു, പോയ റോഡുകളെ സംസാരിച്ചു, ലോകം സഞ്ചരിച്ച ഒരാളാണ്. എനിക്കൊന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ചെന്ന സ്ഥലത്തെ വണ്ടികളാവും നോക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കൊന്നും വാക്കുകളിലും അല്ലെങ്കിൽ വൈകിട്ട് സംസാരിക്കുന്നതിലും പോയ സ്ഥലത്തെ വണ്ടികളെ മാത്രമല്ല നോക്കുന്നത്, സ്ഥലങ്ങളെയും ആളുകളെയും നോക്കാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ക്യൂബ പോലെ നമ്മൾ അടുത്ത് പോയി വന്നത് അപ്പോൾ കുറേ കൂടി ആകർഷിച്ചൊരു സ്ഥലം അല്ലെങ്കിൽ കുറേ കൂടി സവിശേഷം എവിടെയായിരുന്നു ശരിക്കും? അല്ല, അടുത്ത കാലത്ത് ക്യൂബ തന്നെ കേട്ടോ. ക്യൂബ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഒരു രാജ്യമാണല്ലോ. നമ്മളിപ്പോൾ ചെഗുവേര നമ്മുടെ വീട്ടിലെ ആളെന്നൊക്കെ പറഞ്ഞ പോലെ ആണല്ലോ ക്യൂബ. അപ്പോൾ ക്യൂബയിൽ പോകാന്നുള്ള എൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ക്യൂബയിൽ പോയവരെല്ലാവരും പറഞ്ഞത് ക്യൂബയിൽ പോകരുത്, ഒരു ഒന്നുമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ക്യൂബയാണ്. കാരണം ക്യൂബ ഒരു പ്രത്യേക രസമുള്ള സ്ഥലമാണ്. ഇപ്പം 59 തൊട്ട് ഫിഡൽ കാസ്ട്രോ വന്നു, നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കമ്മ്യൂണിസം ആണ്. അപ്പം നമ്മൾ അവിടുത്തെ രസകരമായ കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഭയങ്കര ദുഃഖകരമായ അവസ്ഥയിലൂടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വരുമാനം ഇല്ല ആർക്കും. ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചൊരു ഡോക്ടറുടെ ഒരു മാസത്തെ ശമ്പളം 3000 രൂപയാണ്. ഒരു കോളേജ് പ്രൊഫസർക്ക് 2000 രൂപയാണ് ശമ്പളം. പിന്നെ കറണ്ട് ഇല്ല, ജനറേറ്റർ ഉണ്ടെങ്കിൽ തന്നെ അവിടെ പിന്നെ ഡീസലില്ല, പെട്രോളില്ല, ഒന്നുമില്ല. വണ്ടികൾ ഏറ്റവും പുതിയ വണ്ടി 55-ലായിരിക്കും, നല്ലൊരു 55-ൽ. അതിനുശേഷം വണ്ടികളില്ല. ഇങ്ങനെ ഒരു വിചിത്രമായ സ്ഥലം. അപ്പം എനിക്കവിടെ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളൊക്കെ നാട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി, അന്ന് TV പോലും വളരെ കുറവായിരുന്ന കാലത്ത് നമ്മളെല്ലാവരും ഭയങ്കര കൂട്ടായ്മയാണ്. നമ്മൾ ജംഗ്ഷനിലൊക്കെ ചെന്ന് എല്ലാവരും വെടി പറഞ്ഞിരിക്കുന്നു. ഒരു വീട്ടിൽ നോക്കിയാൽ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നുകൊണ്ട് നമ്മുടെ അമ്മയെടുത്ത് വർത്തമാനം പറയുന്നു. ഇതൊക്കെ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം എല്ലാവരും ഫോണ് അല്ലെങ്കിൽ TV-യാണ്. അപ്പോൾ പഴയ കാലം നമ്മളവിടെ കാണുന്നത് ഒരു 70s-ലെ കേരളം. വേറെ ഇൻ്റർനെറ്റ് കിട്ടൂല, കറണ്ടില്ല, TV ഇല്ല. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇവരെല്ലാവരും ഭയങ്കര കൂട്ടായ്മ, എപ്പോഴും ജംഗ്ഷനിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നത്. കലങ്ക് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അതാണ് അവിടുത്തെ രസം. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര വിചിത്രമായ കാഴ്ചകൾ. ഗ്രാമത്തിൽ ഞങ്ങളിടയ്ക്ക് വണ്ടി നിർത്തി വെറുതെ അവരോട്, അപ്പോൾ കറണ്ടില്ല, സന്ധ്യയായി, ഇവിടെ കറണ്ടില്ല, ഞാൻ കറണ്ടില്ല എന്ന് പോയതാണെന്ന് വെച്ചാൽ 1 കൊല്ലമായിരുന്നു കറണ്ട് പോയിട്ട്. 1 കൊല്ലമായി. അതാണ് അവിടുത്തെ 1 കൊല്ലമായിട്ട് അവിടെ കറണ്ട് പോയില്ല. പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഹവാനയിലാണെങ്കിലും സന്ധ്യ ആയി കഴിഞ്ഞാൽ പവർ കട്ടാണ്. 9 മണിക്കൂർ പവർ കട്ട്, ഒന്നുമില്ല. ഇവിടെ 5 മിനിറ്റ് പോയാൽ അടി നടക്കും അവിടെ. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഭയങ്കര വിചിത്രമായൊരു സംഭവം. നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോലും ഇപ്പം ഞാൻ ആദ്യമായിട്ട് വിയറ്റ്നാമിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വിയറ്റ്നാം വളരെ നമ്മളിപ്പോൾ കാണുന്നത് വിയറ്റ്നാമേ അല്ല. അപ്പം ഞാനൊക്കെ വിചാരിച്ചു ഇവർ അന്നത്തെ അമേരിക്കയുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞാൽ അവരിങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ പോയാൽ നമ്മൾ ദുബായ് പോലത്തെ സ്ഥലങ്ങളായി, ഈവൻ ഹോച്ചിമിൻ സിറ്റി അടക്കം അവരൊക്കെ വളർന്നു. ഇത് നേരെ കീഴോട്ടാ. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തുനിന്ന് മാറി. ശരിക്കും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരം ഇവിടെ വന്ന പാക്കേജുകൾ വന്നിട്ട് സംസാരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം, ബാലി, അങ്ങനെ ഇന്തോനേഷ്യ മുഴുവൻ പറയാറ്. ഇതൊന്നും അല്ലാതെ ശരിക്കും ഇങ്ങനൊരു ബഡ്ജറ്റിൽ ശരിക്കും പോകേണ്ട ഒരു സ്ഥലമാണെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം പറയുകയാണെങ്കിൽ അതായിരിക്കും. എനിക്കിപ്പോൾ അടുത്ത കാലത്ത് പോയാൽ ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു ഏരിയയാണ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഒന്നാതെ ഇവിടുന്ന് അവിടെ എത്താനുള്ള ഒരു കോസ്റ്റ്, ഫ്ലൈറ്റ് 10-25 മണിക്കൂറോളം ഇരിക്കണം. പിന്നെ ഇപ്പോൾ കുറച്ച് സേഫ് ആണോ എന്നുള്ള സംശയം ആൾക്കാർക്കുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 2 തവണയായിട്ട് അവിടുത്തെ 10, 12, 13 രാജ്യങ്ങളിൽ പോയപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് രാജ്യങ്ങളാണ്, ഭയങ്കര എക്സൈറ്റിംഗ്. ഒന്നാമത്തെ ആൾക്കാർ നമ്മുടെ രൂപം സൗത്ത് അമേരിക്കൻസൊക്കെ ഒരു അല്ലെങ്കിൽ കുറച്ചൊരു നീഗ്രോയിഷ് ആയിരിക്കും. പിന്നെ നമ്മുടെയൊക്കെ ഒരു രീതി, അതായത് ഇപ്പം ഭയങ്കര പൈസയുള്ള രാജ്യങ്ങളൊന്നുമല്ല, അപ്പോൾ ഇന്ത്യക്കാരോട് പുച്ഛമൊന്നുമില്ല, നമ്മൾ ഭയങ്കര കാര്യമാണ്. പിന്നെ കാഴ്ചകൾ, ഇപ്പോൾ മാച്ചു പിച്ചു ആയാലും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വികാസു, പിന്നെ അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല, ഇങ്ങനെ ഓരോ രാജ്യത്തും ഭീകരമായ കാഴ്ചകളും ഒരു രക്ഷയില്ലാത്ത രാജ്യങ്ങളാണ്. ഫുഡൊക്കെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം സ്റ്റേക്ക് പോലത്തെ അർജന്റീനിയൻ സ്റ്റേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെനിക്ക് വീണ്ടും വീണ്ടും പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. നൈൽ നദി, ആമസോൺ, കുറച്ചുകൂടി ഈ തണുപ്പ്, ഇപ്പം മഞ്ഞിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ ഇപ്പം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കാലാവസ്ഥയും കൂടി അതിനൊരു കാരണമാണോ? ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം രാജ്യങ്ങളിൽ ഒരു എക്സ്ട്രീം തണുപ്പ് വളരെ കുറവാണ് പല സ്ഥലത്തും, ഒരു ട്രോപ്പിക്കൽ ആണ് പല രാജ്യങ്ങളിലും. പിന്നെ നല്ല കാടുകളും, കേരളത്തിൻ്റെ ഒരു രീതി മിക്ക സ്ഥലത്തും. ഞാനിപ്പം പോയ കോസ്റ്റാറിക്ക എന്ന് പറയുന്ന രാജ്യം ശരിക്കും കേരളം 100%. അതുപോലത്തെ എപ്പോഴും മഴ, സ്ഥലമൊക്കെ പിന്നെ കുറച്ചുകൂടെയൊക്കെ മരുഭൂമി, ഇതൊന്നുമില്ല, നല്ല കാടാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്ഥലങ്ങളുണ്ട്. അപ്പം പക്ഷെ അത് ഇപ്പം നല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ച് കുറച്ച് കോസ്റ്റ്ലി ആണ് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത്. എത്തിയാൽ വലിയ കോസ്റ്റ്ലി അതൊക്കെ സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ്. പിന്നെ എനിക്ക് പൊതുവേ ഇഷ്ടം ഏഷ്യൻ കൺട്രീസാണ്, ഭയങ്കര വെറൈറ്റിയാണ്. ഇപ്പോൾ തായ്ലൻഡ്, ചൈന,
തായ്വാൻ, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഇന്ത്യ വിട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് മറ്റേ സ്ഥിരമായിട്ടൊന്ന് കുടിയേറണം എന്നുണ്ടെങ്കിൽ യൂറോപ്പ് പോകും. ഞാൻ ഒന്നുമില്ല, ഞാൻ ചൈനയിൽ പോകും, അല്ലെങ്കിൽ തായ്വാനിൽ പോകും, അല്ലെങ്കിൽ തായ്ലൻഡിൽ പോകും, വിയറ്റ്നാമിൽ പോകും, അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അല്ലാതെ എനിക്കിപ്പോൾ യൂറോപ്പിലൊന്നും പോയി സ്ഥിരം US പോയി താമസിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ പോയ സ്ഥലങ്ങളിൽ ഇന്ത്യക്കാരനല്ലേ ഭയങ്കരമായിട്ട് പുച്ഛം കിട്ടിയുള്ള സ്ഥലം എവിടെ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു? പിന്നെ ഇഷ്ടംപോലെ അതുകൊണ്ട് പറയാൻ തുടങ്ങിയത് ഒത്തിരി രാജ്യങ്ങളുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് പോയിട്ട് ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലൊന്നും എനിക്ക് നല്ല അനുഭവമായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഇന്ത്യക്കാരൻ എന്നുള്ള മട്ടിൽ നമ്മളെ മാറ്റി നിർത്തുന്ന കാര്യം ബോസ്നിയയിലുണ്ടായിട്ടുണ്ട്, സെർബിയയിലുണ്ടായിട്ടുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു പുച്ഛം സാധനം, നമ്മുടെ മാത്രം പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുക, ബാക്കി എല്ലാവരും പറഞ്ഞു. അവിടെയാണെങ്കിൽ ആഘോഷങ്ങൾ നടക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ക്യാമ്പയിനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസിലാൻഡിലൊക്കെ നടന്നല്ലോ ആഘോഷങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിലേക്ക്. അപ്പം അത് നമ്മുടെ കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പിലുണ്ട്. ആഘോഷമാണ് നമുക്ക് തന്നെ, മറ്റുള്ളവരെ നോക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം മൂന്നാർ പോകുന്ന തീരുമാനം നേരെ ബിവറേജിൽ പോകുന്ന 4 കുപ്പി വാങ്ങിക്കുന്നു. പിന്നെ നമ്മുടെ ഇഷ്യൂ ഉണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ച്. അതാണ് എല്ലാവർക്കും ഒരു ദേഷ്യവും പുച്ഛമൊക്കെ നമ്മളോടുള്ളത് ഉണ്ട്. അപ്പോൾ കുറേ വിശേഷങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചോദ്യം ഇല്ലാതെ എനിക്ക് പൂർണ്ണമാവില്ല. അതുകൊണ്ട് ചോദിക്കുക, കുറേ വണ്ടിപ്രാന്തം നമ്മൾ കേരളത്തിൽ വണ്ടിപ്രാന്തന്മാരെന്ന് പറയുന്നെങ്കിലും ശരിക്കും വണ്ടിപ്രാന്തന്മാർ എവിടത്തുകാർ, ഏത് ജില്ലക്കാരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജില്ലക്കാർ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ അവൻ അങ്ങോട്ട് മലപ്പുറം, കോഴിക്കോട്. നമ്മളൊക്കെ ഇവിടെ ഈ ലംബോഗിനി എന്നൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ഓടിപ്പോകുന്ന കാണും. മലപ്പുറത്തൊക്കെ എത്ര എണ്ണം പോകുന്നില്ല. ഭയങ്കര ശരിക്കും വണ്ടിപ്രാന്തമാണ്. തൃശ്ശൂരുകാരെ പറ്റി വേറെ എനിക്ക് തോന്നിയത് ഭയങ്കര രസമായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്യും. അതായത് വെളിയിൽ അങ്ങനെ ഭയങ്കര സംഭവങ്ങളല്ല, വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്യും. നല്ല വണ്ടികൾ ഇഷ്ടം പോലെയുള്ള കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വണ്ടി ഭ്രാന്തന്മാർ. ശരിക്കും ക്രിസ്മസ് ആഘോഷത്തിലെ റൗണ്ടിൽ മോഡിഫൈ ചെയ്ത വണ്ടികൾ കൊണ്ടൊരു ഷോ ഉണ്ട് ആക്ച്വലി. എല്ലാ നടക്കും, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കൂടി ഞാൻ ഇത് മുമ്പ് ഇതുപോലെ ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുറേ കൂടി താല്പര്യം അതിനോട് ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ എത്രയും മോട്ടിവേഡ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കും. അല്ല, അതേ പറഞ്ഞത്, ഈ സെൻസിബിൾ ആയിട്ടും സെൻസിബിൾ അല്ലാതെ മോഡിഫൈ ചെയ്യാം. ഈ സെൻസിബിൾ അല്ലാതെ മോഡിഫൈ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷേ തൃശ്ശൂരുകാർ പൊതുവെ വണ്ടി കുറച്ച് ഭംഗിയായിട്ട് മോഡിഫൈ ചെയ്യുന്നവരാണ്. അപ്പം ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അകത്ത് എന്തും ചെയ്യാമല്ലോ, വണ്ടിയുടെ ഇന്റീരിയറൊക്കെ നമുക്ക് എന്തും ചെയ്യാം. വെളിയിൽ നമ്മൾ പ്ലാറ്റ്ഫോം കട്ട് ചെയ്യരുത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതൊക്കെയാണല്ലോ MVD പിടിക്കുന്നത്, ലൈറ്റുകളുടെ. അതൊക്കെ മിതമായിട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും പിന്നെ ഈ എഞ്ചിൻ പവർ കൂട്ടും, അതിന് ആരും അറിയുന്നില്ല, അത് പെട്ടെന്നൊന്നും MVD ഒന്നും പിടിക്കുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പണ്ട് എൻ്റെ ഈ മാഗസിൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു സൂപ്പർ കാർ സൺഡേ എന്ന് പറഞ്ഞിട്ട് ഞാനും പീറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയും കൂടെ, നമ്മുടെ മാഗസിനും പീറ്റ്സും കൂടി ഒരു സൂപ്പർ കാർ ഒരു ഗ്യാതറിങ് വെച്ചു. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേരളത്തിൽ. അന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇഷ്ടം പോലെ 10-40 സൂപ്പർ കാർസ് വന്നു. അതിലൊരു പകുതി കൂടുതലും തൃശ്ശൂരുകാരാണ്. പിന്നെ അവരൊന്നും വലിയ ഷോ ഓഫ് ഒന്നുമില്ല, അവരൊക്കെ അത്യാവശ്യം ഒതുങ്ങിയൊക്കെ നിൽക്കുന്നവരാണ്. പക്ഷെ ഭയങ്കര വണ്ടി കളക്ഷൻസും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. യെസ്, അപ്പം എന്തായാലും നേരത്തെ നമ്മൾ പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് UK-ലാണെന്നുണ്ടെങ്കിൽ ലഞ്ചിന് US-ൽ വന്ന് മാറി മാറുണ്ട്. ഇപ്പോൾ ബൈജൻ്റെ ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞാൽ എവിടെയാവും ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? അല്ല, ഇന്ത്യയിലുണ്ടാവോ? അല്ല, ഇപ്പം ഇന്ത്യക്കകത്തുള്ള യാത്രകളൊക്കെ നമ്മൾ പ്രീ പ്ലാൻഡാണ്. ബാക്കി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് നമ്മൾ അതൊരു പാഷൻ്റെ അങ്ങനത്തെ പാഷൻ്റെ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞാൽ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പലപ്പോഴും ലഞ്ച് കഴിക്കാൻ കാശില്ലാത്തതൊക്കെയാണ് ഈ യാത്ര. എങ്കിൽ പോലും ആരോഗ്യം സമ്മതിക്കുന്നിടത്തോളം നമ്മൾ ലോകം മുഴുവൻ കാണുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അത് പറ്റുന്ന പോലെ മറ്റുള്ളവരെ കാണിക്കുക. എങ്കിലും എൻ്റെ ഒരു എൻജോയ്മെന്റ് തന്നെയാണ് യാത്രകളുടെ കാര്യത്തിൽ. ഞാൻ പൊതുവെ പെട്ടെന്നുണ്ടാവുന്നത് നമ്മൾ തമാശക്ക് പറയും, ചായടിക്കൊന്ന് 3 വരെ പോയിട്ട് വരാന്ന് പറഞ്ഞ തീരുമാനങ്ങളാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പരിധി വരെ ചിലവ് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പറ്റില്ല. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുക, Airbnb വഴി ബുക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കാത്തിരുന്ന് ഫ്ലൈറ്റ് ചിലവ് കുറഞ്ഞ യാത്ര ഫ്ലൈറ്റുകൾ കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കൊരു പരിധി വരെ യാത്രയുടെ ചിലവ് പിടിച്ചു നിർത്താം. അത് പഠിച്ചത് കൊണ്ടും കൂടിയാണ് നമ്മളിപ്പം അങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്ര തുടരട്ടെ. ആ യാത്രയ്ക്കൊപ്പം തന്നെ കുറേ പേർക്ക് അറിവ് കിട്ടുന്നതിനും അതിനൊക്കെയുള്ള ഉപരിയായിട്ട് ഒരു ഡിസിഷൻ മേക്കർ ആയിട്ടുള്ളത് യാത്ര തുടരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.